യേശുക്രിസ്തു എന്ന നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. ഇന്ന് ഇങ്ങനെയൊരു പ്ലാറ്റ്ഫോമിൽ വരാനുണ്ടായ സാഹചര്യം, കഴിഞ്ഞ ദിവസം IPC കേരള സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്സ് ഒരു പത്രസമ്മേളനം വിളിച്ചുകൂട്ടി ചില കാര്യങ്ങൾ, ചില ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. അതിൻ്റെ സത്യാവസ്ഥ പൊതുജനത്തെ അറിയിക്കണമെന്നുള്ള ഒരു താല്പര്യത്തോടുകൂടിയാണ് ഇങ്ങനെ ചെയ്തത്. ഇതുവരെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോഴൊക്കെയും ഞാൻ എൻ്റെ പരാതികൾ ഔദ്യോഗികമായി എനിക്ക് മുകളിലുള്ള സമിതിയെ മാത്രമേ ഏൽപ്പിച്ചിട്ടുള്ളായിരുന്നു. ഒരു കാര്യങ്ങൾ പോലും വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ മറ്റ് സമൂഹ മാധ്യമങ്ങളിലോ പറയാതെ എനിക്ക് മുകളിലുള്ള സമിതിയുടെ അടുത്ത് മാത്രമേ ഞാൻ എൻ്റെ പരാതികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അനവസരത്തിൽ കഴിഞ്ഞ ദിവസം IPC കേരള സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്സ് ഒരു പത്രസമ്മേളനം വിളിച്ചുകൂട്ടി വളരെയധികം കാര്യങ്ങൾ, അതിനകത്ത് കൂടുതലും ആരോപണങ്ങൾ എന്നെപ്പറ്റിയും പത്തനാപുരത്ത് നടക്കുന്ന ഫ്ലാറ്റ് പ്രോജക്റ്റിൻ്റെ കൺസ്ട്രക്ഷനെ സംബന്ധിച്ചും അവർ കുറേ വിശദീകരണം കൊടുത്തു. അതിനകത്ത് എന്താണ് വാസ്തവം എന്നുള്ളത് വിശ്വാസ സമൂഹത്തെ അറിയിക്കേണ്ടത് എൻ്റെ കടമയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഞാൻ കടന്നു വരാൻ ഇടയായത്. എന്താണ് ഈ പത്തനാപുരത്തെ ഫ്ലാറ്റ് പ്രോജക്റ്റ്, അല്ലെങ്കിൽ പാസ്റ്റേഴ്സിന് വേണ്ടി പണിയുന്ന ഫ്ലാറ്റ് പ്രോജക്റ്റ്? ഈ ഫ്ലാറ്റ് പ്രോജക്റ്റ് 12 ഫ്ലാറ്റുകൾ IPCക്ക് വേണ്ടി, IPCയിലെ പാസ്റ്റേഴ്സിന് വേണ്ടി അവരുടെ മിനിസ്ട്രി കഴിയുമ്പോൾ വീടും മറ്റു കാര്യങ്ങളൊക്കെ ഇല്ലാത്തവർക്ക് വേണ്ടി കൊടുക്കാനായിട്ട് നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ ഫ്ലാറ്റ് പ്രോജക്റ്റ് ആരംഭിച്ചത്. അതിനുവേണ്ടി ഇപ്പോഴത്തെ IPC കേരള സ്റ്റേറ്റ് ഡയറക്ടർ ബ്രദർ PM ഫിലിപ്പാണ് ആ സ്ഥലം ദാനമായി കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ആരംഭം മുതൽ അങ്ങോട്ട് പറയുകയാണെങ്കിൽ ഇതിനുവേണ്ടി കൊട്ടേഷൻ കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. മലയാള മനോരമയിൽ അതിനെ സംബന്ധിച്ചുള്ള അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തു. അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ 5 കൊട്ടേഷൻസ് ഓഫീസിൽ വന്നു. അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. ഈ കൊട്ടേഷൻസ് അവർ വിളിച്ചിരിക്കുന്നത് ഓപ്പൺ കൊട്ടേഷൻസ് ആണ് വിളിച്ചിരിക്കുന്നത്. 3 ഫോൺ നമ്പറേ കൊടുത്തിട്ടുള്ളൂ. അവിടെ സ്പെസിഫിക്കേഷൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. സോ ഓപ്പൺ കൊട്ടേഷൻ വിളിച്ചിരിക്കുന്നത് കൊണ്ട് അവിടെ തന്നെ മാനിപ്പുലേഷൻസ് നടക്കാനുള്ള വളരെ സാധ്യതകൾ ഉണ്ട്. അങ്ങനെ ഓഫീസിൽ 5 കൊട്ടേഷൻ വന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ ജോയിന്റ് സെക്രട്ടറി ബ്രദർ ജെയിംസ് ജോർജ് പറഞ്ഞത് 7 കൊട്ടേഷൻ ലഭിച്ചതാണ്. അപ്പം ഇപ്പോൾ അവാർഡ് ചെയ്തിരിക്കുന്ന ആ കോൺട്രാക്ടർ ഈ 5 എണ്ണത്തിനകത്ത് ഇല്ലായിരുന്നു. അപ്പോൾ ആ 2 കൊട്ടേഷൻ അദ്ദേഹത്തിൻ്റെ കരങ്ങളിലാണ് ലഭിച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിഞ്ഞുകൂടും. ഈ കൊട്ടേഷൻ്റെ ടാബുലേഷൻ ഉണ്ടാക്കിയതും അദ്ദേഹമാണ് എൻ്റെ ടാബുലേഷൻ ഷീറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്ത് അടിസ്ഥാനത്തിലാണ് ഈ ഒരു കോൺട്രാക്ടറെ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്നും എനിക്കറിഞ്ഞുകൂടാ. കൊട്ടേഷൻ അവസാനം അവാർഡ് ചെയ്തിരിക്കുന്ന കൊട്ടേഷൻ എൻ്റെ അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലാകുന്നത് ഇതിലും ലോവസ്റ്റ് കൊട്ടേഷൻസ് ഉണ്ടായിരുന്നു. ഒരു കൊട്ടേഷൻ കൺസിഡർ ചെയ്യുമ്പം പല ഭാഗങ്ങൾ അതിനകത്ത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, തിരഞ്ഞെടുക്കുന്ന കോൺട്രാക്ടറിന് ഇങ്ങനെയുള്ളൊരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ, അദ്ദേഹത്തിന് ഒരു കമ്പനി ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാരണം ഏകദേശം 2,20,00,000 രൂപ വാല്യൂ ഉള്ളൊരു പ്രോജക്റ്റാണ്. 10,000-ൽ കൂടുതൽ സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന പ്രോജക്റ്റാണ്. ഈ പ്രോജക്റ്റ് അതിനുള്ള പണിയാനുള്ള കോൺട്രാക്ടർ സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യും. ഇതൊക്കെ അവർ കൺസിഡർ ചെയ്തോ ഇല്ലയോ എനിക്കറിഞ്ഞുകൂടാ. എന്താണെങ്കിലും ഇവർ ഒരു എഗ്രിമെന്റ് കൊണ്ടുവന്നിട്ട് ഈ കോൺട്രാക്ടറുമായിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയതിനു ശേഷം എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അയാൾക്ക് ഫസ്റ്റ് പേയ്മെന്റ് കൊടുക്കാനായിട്ട് കൊണ്ടുവന്നു. ഈ എഗ്രിമെന്റിനകത്ത് ഞാൻ വളരെയധികം കോൺട്രാക്ടൽ എഗ്രിമെന്റ്സ് ഉണ്ടാക്കി എനിക്ക് പരിചയമുള്ളതുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് പല ഡിഫക്ട്സുകളുണ്ട്. അതായത് അവിടെ ഒരു കമ്പനി അക്കൗണ്ട് മെൻഷൻ ചെയ്തിട്ടില്ല. ഈ കോൺട്രാക്ട് എയർലി ടെർമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ക്ലോസ് മെൻഷൻ ചെയ്തിട്ടില്ല. ഇത് എയർലി ടെർമിനേഷൻ എന്ന് പറഞ്ഞാൽ ഐദർ ദ കോൺട്രാക്ടർ ഓർ ദ ക്ലയന്റ്, രണ്ടുപേരും എയർലി ആയിട്ട് ടെർമിനേറ്റ് ചെയ്താൽ അതിനെന്താണ് ക്ലോസ് ചെയ്തിട്ടില്ല. ഈ ഒരു ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ഏതായാലും ഇത്രയും വലിയൊരു പ്രോജക്റ്റ് തീരാൻ പോകുന്നില്ല. അത് തീർച്ചയായിട്ടും 2-3 ഭരണസമിതിയുടെ കാലഘട്ടങ്ങൾ കൊണ്ട് ഇത്രയും 2,20,00,000 രൂപയുള്ള ഈ പ്രോജക്റ്റ് 12 ഫ്ലാറ്റ് 3 നിലയിലായിട്ട് ഇത് തീരാൻ പോകുന്നു. അപ്പോൾ ഈ കോൺട്രാക്റ്റിൽ ഒത്തിരി അപര്യാപ്തതകൾ ഞാൻ കണ്ടു. ആ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പേയ്മെന്റ് നടത്താനായിട്ടുള്ള ആദ്യത്തെ മെമ്മോ അവർ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ ഓർക്കണേ, 2,20,00,000 രൂപയുടെ പ്രൊജക്റ്റിന് അന്നേ ദിവസം വരെ ഈ പ്രൊജക്റ്റിന് വേണ്ടി ആകെ കൂടെ സമാഹരിച്ചിരിക്കുന്നത് 10 ലക്ഷത്തിൽ താഴെ രൂപയുള്ളൂ. ഒരു 5% പോലും പണം സമാഹരിക്കാതെ ഒരാളുമായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്ത് വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, മാർത്തോമാ സഭകളിലൊക്കെ ആണെങ്കിൽ ഒരു 70% പണം ഡിപ്പോസിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അവർ അനുവദിക്കത്തുള്ളൂ. 70% ഇല്ലെങ്കിൽ ഒരു 30% പൈസ നമ്മുടെ കയ്യിലില്ലാതെ ഇപ്പോൾ ഈ കോൺട്രാക്ട് തുടങ്ങിയാൽ എങ്ങനെ ഇരിക്കും? അതൊക്കെ വന്നോളും എന്ന് അവർ എന്നോട് പറഞ്ഞു. ഓക്കെ, ആദ്യത്തെ മെമ്മോ കൊണ്ടുവന്നു 10 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. ആ സമയത്ത് 10 ലക്ഷം രൂപ ഈ പ്രോജക്റ്റിന്റെ ഫണ്ടിലില്ല. അപ്പോൾ ബാക്കി ഒരു 2,81,000 വേറൊരു ബോർഡിന്റെ ഫണ്ട് മാറ്റിക്കൊണ്ട് 10 ലക്ഷം രൂപയുടെ പേയ്മെന്റ് നടത്തി. അപ്പോൾ പേയ്മെന്റ് നടത്താനുള്ള ഇൻസ്ട്രക്ഷൻ വന്നപ്പോൾ ഈ കോൺട്രാക്ടറിന്റെ പേരിലാണ് പേയ്മെന്റ് കൊടുക്കാൻ എനിക്ക് എഴുതുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത്രയും വലിയ ഒരു തുക ഒരു വ്യക്തിയുടെ പേരിലേക്കാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത്? അതെങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്? അദ്ദേഹത്തിന് ഒരു കമ്പനി ഇല്ലേ? കമ്പനിയുടെ അക്കൗണ്ടിലേക്കല്ലേ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് കുഴപ്പമില്ല, പുള്ളി ഗവൺമെന്റ് കോൺട്രാക്ടറാണ്, പുള്ളിയുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ TDS കട്ട് ചെയ്തുകൊണ്ട് ആദ്യത്തെ പേയ്മെന്റ് കൊടുത്തു. രണ്ടാമത്തെ പേയ്മെന്റ്, അടുത്ത പേയ്മെന്റ് കൊടുക്കാനുള്ള മെമ്മോ എൻ്റെ അടുത്ത് വന്നു. അതും 10 ലക്ഷം രൂപയുടെ. ആ സമയത്ത് ഈ പ്രോജക്റ്റ് ഫണ്ടിൽ ഒരു പൈസ പോലും ബാലൻസ് ഇല്ല. പ്രോജക്റ്റ് 1 ലക്ഷം രൂപ എങ്ങനെയുണ്ട്, ബാക്കി ബാക്കി 10 ലക്ഷം കൊടുക്കാനുള്ള ഒരു ഫണ്ട് പോലും ഇല്ല. അപ്പോൾ അവർ എഴുതി തന്നിരിക്കുന്ന മെമ്മോയ്ക്കകത്ത് മറ്റ് ബോർഡുകളിൽ നിന്നും വക മാറ്റാനായിട്ട് എഴുതിയിട്ടുണ്ട്. അതായത് കേരള സ്റ്റേറ്റിന് ഒരു കൗൺസിൽ ഹോൾ പണിയാൻ വേണ്ടി ഒരു 2,35,000 രൂപ കൗൺസിൽ ഹോളിൻ്റെ ഫണ്ടിലുണ്ടായിരുന്നു, അത് വക മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ PG ബോർഡിൻ്റെ ഫണ്ടിൽ നിന്നും ഒരു 3 ലക്ഷം രൂപ വക മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ജനറൽ കൗൺസിലിന് മെമ്പർഷിപ്പ് ഇനത്തിൽ കൊടുക്കാനുള്ള തുകയിൽ നിന്നും ഒരു 3,65,000 രൂപ മാറ്റാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞപ്പോൾ
ട്രഷറർ തന്നെ അവിടെ നിന്ന് സെക്രട്ടറിയുടെ വിശദീകരണത്തിനിടയിൽ 2,35,000 രൂപ കോൺഫറൻസ് ഹോളിന്റെ പ്രൊജക്റ്റിൽ നിന്ന് മാറ്റാൻ അത് പുള്ളിക്കാരൻ തന്നെ ആ എമൗണ്ട് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കേട്ടു. അടുത്തത് PG ബോർഡിൽ നിന്ന് 3 ലക്ഷം മാറ്റാനായിട്ട് പറയുന്നത് ഞാൻ കേട്ടു. ആ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ജനറൽ കൗൺസിലിന്റെ പേബിൾ ആയിട്ടുള്ള 3,65,000 രൂപയുടെ കാര്യം അവരവിടെ മിണ്ടിയിട്ടേ ഇല്ല. ഇങ്ങനെയാണ് ഓരോ വ്യാജങ്ങളും ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ ഇത്രയും രൂപ, അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത്രയും രൂപ ഈ ബോർഡുകളുടെ ഫണ്ടിൽ നിന്നും വക മാറ്റിയാൽ ഈ മാർച്ച് 31 ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇത് റീഇംബേഴ്സ് ചെയ്യാൻ പറ്റുമോ? കഴിഞ്ഞ ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ നടന്ന പാസ്റ്റേഴ്സ് കോൺഫറൻസിൽ തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെയുള്ള പാലക്കാട് ആ ഭാഗം വരെയുള്ള എല്ലാ മീറ്റിങ്ങുകളിലും വളരെ ആർജവത്തോടെ കേരള സ്റ്റേറ്റിലെ എക്സിക്യൂട്ടീവ്സും ഞാനും പറഞ്ഞു, എനിക്ക് സമയം തന്നപ്പോൾ ഞാനും പറഞ്ഞു, PM ഇപ്പോൾ ട്രഷറാറും പറഞ്ഞു, ഇവരെല്ലാവരും പറഞ്ഞു, ഞങ്ങൾ ഒരു പൈസ പോലും വക മാറ്റാറില്ല, അങ്ങനെ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടാണ്, വളരെ ക്ലീൻ ആയിട്ടാണ്, വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് നിങ്ങളുടെ അക്കൗണ്ടിംഗ് സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞതിന് ശേഷവും ഞാൻ ചോദിച്ചു, ഇതൊക്കെ നമ്മൾ പറഞ്ഞതല്ലേ, അപ്പോൾ ഇത് വക മാറ്റി കഴിഞ്ഞാൽ മാർച്ച് 30 ഏതായാലും വക മാറ്റണമെങ്കിൽ തന്നെ അവരുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരം ഒരു ബോർഡിൽ നിന്ന് ഈ ഫണ്ട് വേറെ ബോർഡിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു ജേണൽ വൗച്ചർ ഉണ്ടായിരിക്കും. അതുകൊണ്ട് അത് തന്നെയല്ല, മാർച്ച് 31 മുമ്പ് നിങ്ങൾ റീഇംബേഴ്സ് അപ്പോഴത്തേക്ക് ഈ പൈസ വരും, ഇതൊക്കെ റീഇംബേഴ്സ് ചെയ്യാം എന്ന് പറഞ്ഞാൽ അടുത്ത 10 ലക്ഷം രൂപ മാറ്റി, ഈ അടുത്ത 10 ലക്ഷം രൂപയെ മാറ്റി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഇൻസ്ട്രക്ഷൻ തന്നു, ഒരു 4 ലക്ഷം രൂപയുടെ മാറ്റാനായിട്ട്. 3 ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഓരോ ഇൻസ്ട്രക്ഷൻസ് തരുമ്പോഴും അതാത് അവർ തന്നിരിക്കുന്ന പേയ്മെന്റ് മെമ്മോയ്ക്കകത്ത് ഞാൻ എൻ്റെ കമന്റ്സ് വ്യക്തമായിട്ട് എഴുതുകയും അതിന് അവർ റിപ്ലൈ തരികയും ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ പറയാൻ കാരണം പത്രസമ്മേളനത്തിനിടയ്ക്ക് ബ്രദർ ജെയിംസ് ജോർജ് പറഞ്ഞു 3 പ്രാവശ്യം മാറ്റുമ്പോഴും വരെയും അദ്ദേഹത്തിന് യാതൊരു കുഴപ്പമില്ലായിരുന്നു, 4ാമത്തെ തവണ മാറ്റാൻ പറഞ്ഞപ്പോഴായിരുന്നു കുഴപ്പമുണ്ടായെന്ന് പറഞ്ഞു. അങ്ങനെയല്ല, ഓരോ തവണ ഫണ്ട് മാറ്റുന്ന സമയത്തും അവർ തന്ന ഇൻസ്ട്രക്ഷൻസിൽ ഞാൻ എഴുതി കൊടുത്ത കമന്റും അവരതിന് മറുപടി തന്നപ്പോൾ എൻ്റെ അടുത്ത് പ്രൂഫായിട്ടുണ്ട്. അതൊക്കെ ഞാൻ അത് കാണിക്കേണ്ട സമയത്ത് അതിന് ഉത്തരവാദിത്തപ്പെട്ട സമിതിയെടുത്ത് അതൊക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഏകദേശം 25 ലക്ഷം രൂപയോളം 3 തവണയായിട്ട് ഈ പ്രോജക്റ്റിലേക്ക് മാറ്റി കഴിഞ്ഞതിന് ശേഷം അതിനുശേഷം അടുത്ത ഒരു ഇൻസ്ട്രക്ഷൻ വന്നു, 18 ലക്ഷം രൂപ വേറെ 2 ബോർഡിൽ നിന്ന് മാറ്റാനായിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ വന്നു. ഈ 18 ലക്ഷം രൂപ ബോർഡിൽ നിന്ന് മാറ്റാനായിട്ട് ഇൻസ്ട്രക്ഷൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഇദ്ദേഹത്തിന് ഈ കോൺട്രാക്ടറിന് 3 പ്രാവശ്യമായിട്ട് വ്യക്തിപരമായ അക്കൗണ്ടിലേക്ക് ഇത്രയും പണം നമ്മൾ അഡ്വാൻസ് പേയ്മെന്റ് ആയിട്ടാണ് നമ്മുടെ ബുക്സിൽ ഇത് കാണിച്ചിരിക്കുന്നത്. ഇന്നേ നാഴിക വരെ അദ്ദേഹം ഒരു ഇൻവോയ്സ് റൈസ് ചെയ്തിട്ടില്ലല്ലോ. ഇദ്ദേഹം എന്താണ് ഇൻവോയ്സ് റൈസ് ചെയ്യാത്തത്? ഞാനപ്പം ഈ കോൺട്രാക്ടറെ തന്നെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു ഇൻവോയ്സ് റൈസ് അദ്ദേഹം അങ്ങനെ ഒരു കാര്യമേ അറിഞ്ഞുകൂടാ. അങ്ങനെ അദ്ദേഹം ആകെ കൂടെ ചെയ്തിരിക്കുന്നത് മോഡ് ഓഫ് പേയ്മെന്റ് എന്ന് പറഞ്ഞൊരു പേപ്പർ തന്നിട്ടുണ്ട്. ഈ പേപ്പറിന്റെ ബേസിൽ നമ്മൾ ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ നമ്മൾ പൈസ കൊടുക്കണം. എന്നാൽ ഈ ഓരോ സ്റ്റേജ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്തു, അത് എവിടെ വരെ ആയി, അതിനെപ്പറ്റിയുള്ള സ്പെസിഫിക്കേഷൻസോ ഡീറ്റെയിൽസോ അടങ്ങുന്ന ഒരു ബില്ല് തരാൻ അദ്ദേഹത്തിന് കേപ്പബിലിറ്റി ഇല്ല. അപ്പോഴെ തന്നെ ഞാൻ മനസ്സിലാക്കി ഈ ശരിക്കും പറഞ്ഞാൽ കേപ്പബിൾ ആയിട്ടുള്ള ഒരു കോൺട്രാക്ടർ അല്ല എന്നെനിക്ക് മനസ്സിലായി. അങ്ങനെ എൻ്റെ ആവശ്യപ്രകാരം അദ്ദേഹം ഒരു പേജിൽ ഒരു ബില്ല് അദ്ദേഹം അയച്ചു തന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഓക്കെ, ഒരു കോൺട്രാക്ടർ ആയാൽ അതിനൊരു കോൺട്രാക്ടർ ഉണ്ട്, ഒരു കൺസൾട്ടന്റ് ഉണ്ട്, ഒരു കോൺട്രാക്ടർ ഉണ്ട്, ഒരു കൺസൾട്ടന്റ് ഉണ്ട്, ഒരു ക്ലയന്റ് ഉണ്ട്. ഓക്കെ, ഈ കൺസൾട്ടന്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ക്ലയന്റിന്റെ ആളായിരിക്കണം. കഴിഞ്ഞ പ്രസ് കോൺഫറൻസിൽ ജെയിംസ് ജോർജ് വളരെ ആർജവത്തോടു കൂടി പറയുന്നുണ്ട്, കൺസൾട്ടന്റ് അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത് എഞ്ചിനീയർ എന്നാണ് പറയുന്നത്. ഈ എഞ്ചിനീയറിന്റെ ശമ്പളം പോലും ആര് കൊടുക്കണമെന്നാണ് പറയുന്നത്? കോൺട്രാക്ടർ കൊടുക്കണമെന്നാണ് പറയുന്നത്. എഞ്ചിനീയറിന്റെ ശമ്പളം അല്ലെങ്കിൽ കൺസൾട്ടന്റ് ശമ്പളം കോൺട്രാക്ടർ കൊടുത്തു കഴിഞ്ഞ് ഇത്രയും വലിയൊരു അബദ്ധം, മണ്ടത്തരം, ഇത്രയും വലിയൊരു പബ്ലിക് മീറ്റിംഗിൽ അല്ലെങ്കിൽ പ്രസ് കോൺഫറൻസിൽ വിളിച്ചു പറയാന്ന് പറയുമ്പോൾ തന്നെ ഇതിനകത്തുള്ള അറിവും കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുമല്ലോ. ഒരു ക്ലയന്റിന്റെ ആളാണ് കൺസൾട്ടന്റ് എന്ന് പറയുന്നത്. ഈ കൺസൾട്ടന്റിന്റെ ശമ്പളം കോൺട്രാക്ടറാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ കോൺട്രാക്ടിന്റെ ഇഷ്ടപ്രകാരം അദ്ദേഹം എഴുതുമല്ലോ. ഈ പറഞ്ഞിരിക്കുന്ന സ്പെസിഫിക്കേഷൻ പ്രകാരം അവിടെ വർക്ക് നടന്നോ ഇല്ലയോ എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? അതുപോലും ഇവർ അറിഞ്ഞുകൂടാ. അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? ഞാൻ പറഞ്ഞു, ശരി, ഓക്കെ, കൺസൾട്ടന്റിന്റെ ഒരു റിപ്പോർട്ട് വരട്ടെ, ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലല്ലേ നമുക്ക് പേയ്മെന്റ് നടത്താൻ പറ്റുള്ളൂ. കൺസൾട്ടന്റ് ഒരു റിപ്പോർട്ട് വെച്ചു. ആ റിപ്പോർട്ട് വളരെ രസകരമാണ്. അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഇന്ത്യ പെന്റക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞാണ് ഇങ്ങോട്ട് എഴുതിയിരിക്കുന്നത്. അപ്പം ഞാനിത് വായിച്ചപ്പോൾ ഇത് ആർക്ക് വേണ്ടി എഴുതിയത്? അദ്ദേഹം എഴുതേണ്ടത് കോൺട്രാക്ടർ സക്സസ്ഫുള്ളി ഈ പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്തെന്നല്ല എഴുതേണ്ടി. ഇന്ന ഫസ്റ്റ് സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്തു എന്ന് എഴുതേണ്ടതിന് പകരം ആദ്യം എഴുതിയിരിക്കുന്നത് ഇന്ത്യ പെന്റക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ദ പ്രോജക്ട് എന്ന് പറഞ്ഞാൽ എഴുതിയിരിക്കുന്നത്. അത് ഞാൻ കാണിച്ചു. ഉടനെ ഇതെല്ലാം ഇവരുടെ ആൾക്കാരല്ലേ. ഇതെല്ലാം ഉടനെ തന്നെ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞ് ഉടനെ തന്നെ തിരിച്ചു മാറ്റി വേറെ റിപ്പോർട്ട് വന്നു. സത്യത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇതിനിടയ്ക്ക് അത് നിങ്ങൾക്ക് മനസ്സിലാകാവുന്ന രീതിയിലൊരു സ്റ്റോറി പറയാം. ഒരു പെൺകുട്ടി വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നത്, അതായത് ആ പെൺകുട്ടിക്ക് നോർത്ത് ഇന്ത്യയിൽ സുവിശേഷ വേല ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഉറക്കെ പ്രാർത്ഥിക്കുന്നു, കർത്താവേ, എനിക്ക് നോർത്ത് ഇന്ത്യയിൽ സുവിശേഷ വേല ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പം വീട്ടുകാർ വിചാരിച്ചു, ഓക്കെ, നല്ല കാര്യം, കുഞ്ഞിന്റെ ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ചു. ഇച്ചിരി അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞിന്റെ പ്രാർത്ഥനയുടെ രീതി മാറി. എനിക്കത് ബീഹാറിൽ തന്നെ ആയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ബീഹാറിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ അവർ കുറച്ചുകൂടെ ഇതെന്താ ഇച്ചിരി സ്പെസിഫിക് ആയല്ലോ ഈ പ്രാർത്ഥന, ബീഹാറിൽ തന്നെ ആയിരിക്കണം. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അതും കൂടെ മാറി, അത് ബീഹാറിലെ രാജ്യം തന്നെ ആയിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് വീട്ടുകാർക്ക് കൃത്യമായിട്ട് കാര്യം മനസ്സിലായത് എന്തായിരുന്നു ഈ നോർത്ത് ഇന്ത്യൻ മിഷണറി വർക്കിന്റെ താല്പര്യം. അതേപോലാണ് ഇവിടെ ഈ കോൺട്രാക്ടറെ സെലക്ട് ചെയ്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇതിനിടയ്ക്ക് വേറെ ഒരു സംഭവം കൂടെ ഉണ്ടായി. ഈ കോൺട്രാക്ടറെ അവാർഡ് ചെയ്യുന്നതിന് മുമ്പേ മനോരമയിലാണല്ലോ കോൺട്രാക്ടർക്ക് കൊട്ടേഷൻ വിളിച്ചത്. മനോരമയിൽ വിളിച്ച് കൊട്ടേഷൻ വന്നു കഴിഞ്ഞപ്പം ഈ ജെയിംസ് ജോർജ് തന്നെ അങ്ങ് തീരുമാനിച്ചു. അദ്ദേഹമാണ് ഈ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് ആർക്ക്? എക്സിക്യൂട്ടീവ്സിന് തീരുമാനിച്ചു അത് പെന്തിക്കോസ്തുകാർ മതിയെന്ന്. അടുത്ത കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അദ്ദേഹം തീരുമാനം മാറ്റി. എന്ത് ചെയ്തു? പെന്തിക്കോസ്തുകാരല്ല, IPC-ക്കാർ മതിയെന്ന്. മനസ്സിലായില്ലേ? അപ്പോൾ IPC-ക്കാർ 2 പേരേ ഉള്ളൂ. ഒന്നൊരു കൗൺസിൽ മെമ്പർ, വേറൊരാളുണ്ട്, ഇദ്ദേഹം IPC-ക്കാരനാണ്. അങ്ങനെ ഞാൻ ഈ സ്റ്റോറി പറഞ്ഞതുപോലെ ഇദ്ദേഹം നേരത്തെ പ്ലാൻ ചെയ്ത് ഈ കൃപ ജോജി എന്ന് പറയുന്ന അദ്ദേഹത്തിന് വേണ്ടി അവാർഡ് ചെയ്യാൻ വേണ്ടി എല്ലാ ക്രമീകരണങ്ങളും സൗകര്യങ്ങളും അദ്ദേഹം ചെയ്ത് ആണ് ഈ കോൺട്രാക്റ്റും ചെയ്ത്. ഈ കൺസൾട്ടന്റ് എന്ന് പറയുന്ന ആളും കൊട്ടേഷൻ തന്നിരുന്ന ഒരു വ്യക്തിയാണ്. അത് ഓർത്ത് നോക്കണം. കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളും കൊട്ടേഷൻ തന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഈ പേയ്മെന്റുകളുടെ കാര്യങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് യാതൊരു ഔദ്യോഗിക കാര്യങ്ങളും നിയമങ്ങളും പാലിക്കാതെ ഇത് ഇനി കൗൺസിൽ അവർ പറയുന്ന ഒരു ക്ലെയിം ഞങ്ങൾ കൗൺസിൽ കൊണ്ടുപോയി പാസ്സാക്കിയത്. എന്താണ് ഈ കൗൺസിലിൽ നടക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ കൗൺസിലിൽ നടക്കുക എന്ന് പറയുന്ന കാര്യം
ഇവർക്ക് എന്ത് കാര്യം തീരുമാനിക്കണോ അതിനെപ്പറ്റി പറയാൻ ഒരു 5-6 പേരെ 2-3 ദിശയിൽ നിന്നുള്ള 5-6 പേരെ പ്ലാൻ ചെയ്തിട്ട് അവിടെ കൊണ്ടുവരും. ഇവര് ഈ കാര്യത്തെപ്പറ്റി വളരെ ശക്തമായിട്ട് ആർഗ്യൂ ചെയ്യും. ബാക്കി വരുന്ന അറ്റൻഡ് ചെയ്യുന്ന മിക്കവാറും ആൾക്കാരും ഇതിനെപ്പറ്റി അഭിപ്രായങ്ങളൊന്നും പറയത്തില്ല. അങ്ങനെ എന്ത് ചെയ്യും, ഇവരാരെ നിശ്ചയിച്ചു അദ്ദേഹത്തെ ഇവര് തീരുമാനിച്ച് എടുക്കും. ഈ 18 ലക്ഷത്തിന്റെ റിക്വസ്റ്റ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. 3 പേയ്മെന്റ് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ പ്രകാരം കൊടുത്തു. അതിനിടയ്ക്ക് ഒരു കൗൺസിൽ നടന്നു. ആ കൗൺസിലിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും അറിയിച്ചിട്ടില്ല. കൗൺസിലിന്റെ അംഗീകാരമില്ലാതെ ഇനി ഒരു അടുത്ത പേയ്മെന്റ് നടത്താൻ പറ്റത്തില്ല. കാരണം കൗൺസിൽ അറിയണമല്ലോ എന്ന് ഞാൻ നിർബന്ധം പിടിച്ചു. ഇതാണ് എന്റെ പേരിലുള്ള കുറ്റം. ഞാൻ നിർബന്ധം പിടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ പേയ്മെന്റ് നടത്താൻ പറ്റില്ല. കാരണം എന്റെ അടുത്ത് പേയ്മെന്റ് ലിസ്റ്റ് നടന്നപ്പോൾ ഞാൻ അത് നടക്കത്തില്ല, ഒരു കൗൺസിൽ വിളിക്കുക. അപ്പോൾ എന്ത് ചെയ്തു, മാർച്ച് 19-ാം തീയതി സൂമിൽ നോട്ടീസ് ഇല്ലാതെ ഒരു കൗൺസിൽ വിളിച്ചു. ആ കൗൺസിൽ വിളിച്ച് ആ കൗൺസിലാണ് തീരുമാനമെടുത്തത് ഈ 18 ലക്ഷം രൂപ ട്രാൻസ്ഫർ. ഇവിടെ ഞാൻ പാസ്റ്റർ ദാനിയേൽ കുന്നനിൽക്കുന്നതിൽ പറഞ്ഞൊരു പച്ചക്കള്ളം ഞാനിവിടെ വ്യക്തമാക്കാം. അദ്ദേഹത്തിന്റെ ഈ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും കൗൺസിൽ തീരുമാനിച്ചു, അതിന്റെ മിനിറ്റ്സ് ഉണ്ട്, കാര്യങ്ങളുണ്ട് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനൊരു കാര്യം കൗൺസിൽ തീരുമാനിച്ചെങ്കിൽ മാർച്ച് 19-ാം തീയതി എന്തിനാണ് സൂമിൽ ഒരു മീറ്റിംഗ് കൂടിയത്? ഇങ്ങനൊരു തീരുമാനം ഉണ്ടെങ്കിൽ ഇങ്ങനൊരു തീരുമാനം ഉണ്ടെന്ന് അദ്ദേഹം എന്നെ മിനിറ്റ്സ് ബുക്ക് തുറന്ന് കാണിച്ചാൽ പോരായിരുന്നു. അത് പിന്നെന്തിനാണ്? അപ്പം പച്ചക്കള്ളങ്ങളാണ് പറയുന്നത്. സാധാരണ നടക്കുന്നത് കൗൺസിലിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരു പേപ്പറുകളും ഇദ്ദേഹം നോക്കാറുമില്ല, വർക്ക് ചെയ്യാറുമില്ല. ഈ പേപ്പറുകളുടെ കെട്ടുകളെല്ലാമായിട്ട് കൗൺസിൽ കൊണ്ടുപോകും. കൗൺസിൽ കൊണ്ടുപോയിട്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ ഇതിനെപ്പറ്റി പല കാര്യങ്ങളെ പറ്റി ചർച്ച നടത്തും. ഈ ചർച്ചകളെല്ലാം നടത്തിയതിനു ശേഷം എന്താണ് തീരുമാനമെടുത്തത്, എന്താണ് തീരുമാനിക്കാത്തത് എന്നുള്ള കാര്യങ്ങൾ അവിടുത്തെ കൗൺസിൽ മെമ്പർമാർക്ക് ആർക്കും അറിയത്തില്ല. അവരാരും അതൊന്നും ശ്രദ്ധിക്കാറുമില്ല. അവസാനം മിനിറ്റ്സ് ബുക്കിൽ ഇദ്ദേഹത്തിന് താല്പര്യമുള്ള കാര്യങ്ങൾ ഇദ്ദേഹം എഴുതി വെക്കും. അതാരും അടുത്ത പ്രാവശ്യം വായിക്കുമ്പോഴും അതാരും ശ്രദ്ധിക്കാറ് ഞാൻ പലപ്പോഴും നോട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഓരോ കൗൺസിൽ മീറ്റിംഗ് കഴിയുമ്പോൾ അതിന്റെ ഡ്രാഫ്റ്റിന്റെ കോപ്പി തരും. ഈ ഡ്രാഫ്റ്റിന്റെ കോപ്പിയിൽ ഇല്ലാത്ത പല കാര്യങ്ങളും മിനിറ്റ്സ് പാസ്സാക്കുമ്പോൾ അതിനകത്തുണ്ട്. ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അത് പ്രസ്ബിറ്ററി ആണെങ്കിൽ പറയും അത് രാജു ആനിക്കാട് പാസ്റ്റർ അത് എഴുതിയില്ല. കൗൺസിലിന്റെ കാര്യമാണെങ്കിൽ ഇദ്ദേഹം പറയും ജെയിംസ് ജോർജ് അത് എഴുതിയില്ല. ഇങ്ങനെ പറയും. സാധാരണ ഇങ്ങനെയാണ് പലപ്പോഴും നടക്കുന്നത്. കൗൺസിലിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ തീരുമാനമായിട്ട് ഇദ്ദേഹം എഴുതാറുണ്ട്. അതിന് വ്യക്തമായ തെളിവാണ് മാർച്ച് 19-ാം തീയതി സൂമിൽ കൂടിയ കൗൺസിൽ തീരുമാനപ്രകാരമാണ് 18 ലക്ഷം രൂപ കൊടുക്കാനായിട്ട് കൗൺസിൽ തീരുമാനിച്ചു എന്ന് പറയുന്നു. പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഓൾറെഡി ഇതെല്ലാം തീരുമാനിച്ചിരുന്നു. അപ്പോൾ ഇതിനകത്തെ സത്യാവസ്ഥ എന്താണ്? ഇങ്ങനെ കൗൺസിലിൽ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ട ഒരു കാര്യം ഈ കൗൺസിൽ ബുക്ക് തുറന്ന് എന്നെ ഒന്ന് കാണിച്ചാൽ പോരെ, ഇതാ ഇങ്ങനെ ഒരു തീരുമാനം ഓൾറെഡി എടുത്തിട്ടുണ്ട്, ഇനി എന്തിനാ കൗൺസിൽ കൂടുന്നതെന്ന് പറഞ്ഞാൽ പോരെ. അപ്പോൾ അതൊന്നും പറയാതെ വീണ്ടും തുടങ്ങിയപ്പം സംശയം. കാരണം അങ്ങനെ ഒരു കാര്യം കൗൺസിൽ തീരുമാനിച്ചിട്ടില്ല. ഇപ്പൊ ചിലപ്പോൾ എഴുതി ചേർത്ത് കാണും. കാരണം 11/6/2024 ശേഷം കൗൺസിലിന്റെ മിനിറ്റ്സ് ബുക്ക് ഞങ്ങളെ കാണിച്ചിട്ടില്ല. സാധാരണ കേസിൽ എന്താ സംഭവിക്കുന്നത്, ഒരു കൗൺസിൽ നടക്കുമ്പോൾ ആ കൗൺസിലിന്റെ ഡ്രാഫ്റ്റ് കോപ്പി ഞങ്ങൾക്ക് തരും. അത് വെച്ചിട്ട് ഞങ്ങൾ അതിലെടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ ഓരോന്നും എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം പാസ്സാക്കി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, വീണ്ടും ആ കൗൺസിൽ ബുക്ക് തരും. ഈ പാസ്സാക്കിയ മിനിറ്റ്സ് ഞങ്ങൾ സ്കാൻ ചെയ്തിട്ട് വെബ് പോർട്ടലിനകത്ത് കയറ്റും. അങ്ങനെ എല്ലാ മിനിറ്റ്സും 1985 മുതലുള്ള മിനിറ്റ്സുകളെല്ലാം ഞങ്ങൾ സ്കാൻ ചെയ്ത് വെബ് പോർട്ടലിൽ കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് എന്ത് കാര്യങ്ങളും നമുക്ക് സെർച്ച് ചെയ്താൽ കണ്ടുപിടിക്കാൻ പറ്റും. 2024 ജൂൺ മാസം 11-ാം തീയതിക്ക് ശേഷം ഞങ്ങളുടെ അടുത്ത് ഒരു മിനിറ്റ്സും കാണിച്ചിട്ടില്ല. ഇദ്ദേഹം പറയുന്നുണ്ട് ഇതെല്ലാം പാസ്സാക്കിയതാണെന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പത്തേന് അത് തീർച്ചയായിട്ടും എഴുതി ചേർത്തിട്ടുണ്ടെന്നുള്ളത് എനിക്ക് വ്യക്തമായ കാര്യമാണ്. ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. അതായത് രണ്ടാമത്തെ പേയ്മെന്റ് മെമോ 10 ലക്ഷം രൂപ തന്നപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞില്ല 4 ബോർഡുകളുടെ പൈസ മാറ്റിയിട്ടുണ്ട്. PGയുടെ പൈസ മാറ്റിയിട്ടുണ്ട് 3 ലക്ഷം രൂപ. അന്നേരം അന്ന് ഈ 19-ാമത്തെ കൗൺസിൽ നടക്കുന്ന ദിവസം രാവിലെ പീറ്റർ മാത്യു കല്ലൂർ കൗൺസിൽ മെമ്പർ അദ്ദേഹം എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, സാർ അറിഞ്ഞിരുന്നു? സാറ് എന്നെ ഇങ്ങോട്ട് വിളിച്ചതുകൊണ്ടും സാർ ഒരു കൗൺസിൽ മെമ്പർ ആയതുകൊണ്ടും ഞാൻ അങ്ങോട്ട് പറയാണ്, സാർ അറിഞ്ഞിരുന്നോ ഇങ്ങനെ PG ബോർഡിന്റെ പൈസ മാറ്റിയിരുന്ന കാര്യം അറിഞ്ഞിരുന്നോ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന്റെ വോയിസ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പെർമിഷൻ എനിക്കുണ്ട് ഇത് ഡിക്ലെയർ ചെയ്യാനായിട്ട്. അത് വേണമെങ്കിൽ ഞാൻ ഡിക്ലെയർ ചെയ്യും. അതായത് അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ടില്ല, സാംബി ജോസഫ് പറഞ്ഞിട്ടില്ല. പിന്നെ ഈ പാസ്റ്റർ ദാനിയേൽ കുന്നനിൽക്കുന്നതിൽ എന്താണ് പറയുന്നത്? അദ്ദേഹം പറയുന്നത് PG ബോർഡിന്റെ അനുവാദത്തോടു കൂടിയാണ് മാറ്റിയിരിക്കുന്നതെന്ന് പറയുന്നു. പീറ്റർ മാത്യു സാർ അന്നേ ദിവസം രാവിലത്തെ കൗൺസിൽ നടക്കുന്നതിന് മുമ്പിലത്തെ രാവിലെ സംസാരിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞു അദ്ദേഹം അറിഞ്ഞില്ല, സാംബി ജോസഫ്. അപ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നത്? ഇവിടെ എന്തൊക്കെ സംഭവങ്ങളാണ് നടക്കുന്നത്? ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. 18-ാം തീയതി കൗൺസിൽ കൂടി, സൂമിൽ കൂടി. അത് നോട്ടീസ് ഇട്ട കൗൺസിലല്ല, ഔദ്യോഗിക കൗൺസിലല്ല, ഓഫീസിൽ നിന്ന് അതിനൊരു അറിയിപ്പ് ഉണ്ടായിട്ടില്ല. ഈ കൗൺസിൽ എടുത്ത തീരുമാനപ്രകാരമാണ് 18 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം പലപ്പോഴും ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ പാസ്റ്റർ ദാനിയേൽ വന്നു നിൽക്കുന്നതിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാത്തതുകൊണ്ടാണ്, മാനേജർ അനുസരിക്കാത്തവനാണ്, മാനേജർ ധാർഷ്ട്യമുള്ളവനാണ് എന്നൊക്കെ ഇങ്ങനെ പല പ്രാവശ്യം പല കാര്യങ്ങളും പറയുന്നതിന്റെ കാരണമാണ്. അപ്പം പല പ്രാവശ്യങ്ങളും ID കാർഡുകൾ, വ്യാജമായ ID കാർഡുകൾ കൂടുതലും വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നും മറ്റ് റീജിയനുകളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ID കാർഡ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് വരുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. സാധാരണ PG കഴിഞ്ഞ് പാസ്സാകുന്നവരൊക്കെ വേണ്ടെന്ന റിക്വയർമെന്റ് ഒക്കെ ചെയ്തിട്ടാണ് അവർ പാസ്സാകുന്നത്. അവരുടെ ID കാർഡിന് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് വരുന്നവർ, അല്ലെങ്കിൽ ഒരു 10-15 കൊല്ലം മുമ്പേ ഇദ്ദേഹത്തിന് ID കാർഡ് ഉണ്ടായിരുന്നു, ഈ പുതിയ ID കാർഡ് കൊടുക്കാനായിട്ട് ഓഫീസിൽ വരുമ്പോൾ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് പലപ്പോഴും പല കാര്യങ്ങളും റിജക്ട് ചെയ്യാറുണ്ട്. ഞാൻ സത്യമായിട്ടും വിശ്വാസ സമൂഹത്തോട് ഒരു കാര്യം പറയാം, അനേക ID കാർഡുകൾ പ്രസ്ബിറ്ററിയിൽ വിളിപ്പിക്കാതെ ഓഫീസിൽ നിന്ന് ഇതിനു മുമ്പ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഞാൻ ചലഞ്ച് ചെയ്യുന്നു, IPC കേരള സ്റ്റേറ്റിന്റെ പാസ്റ്റേഴ്സിന്റെ ID കാർഡ് മൊത്തം 1985 മുതലുള്ള ഫുൾ മിനിറ്റ്സും നമ്മുടെ അവൈലബിൾ ആണ്. ഇടയ്ക്ക് ഒരു 3 വർഷത്തെ മാത്രമേ അവൈലബിൾ അല്ലാത്തത്. ബാക്കിയുള്ള എല്ലാ പ്രസ്ബിറ്ററി മിനിറ്റ്സും അവൈലബിൾ ആണ്. ഈ പ്രസ്ബിറ്ററിയിൽ കൃത്യമായിട്ടും അന്നും ഇന്നും ചെയ്തിരിക്കുന്ന ഒരു കാര്യമുള്ളൂ, ID കാർഡ് കൊടുത്തവരുടെ പേര് എഴുതിയിട്ടുണ്ട്, ഓർഡിനേഷൻ കൊടുത്തവരുടെ പേര് എഴുതിയിട്ടുണ്ട്. ഈ 2 കാര്യം.
ഇത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഇങ്ങനെയുള്ള അനധികൃതമായ കാര്യങ്ങൾ ഞാൻ സമ്മതിക്കാറില്ല. എനിക്ക് ഒരു പാനലും ഇല്ല, ഞാൻ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലും അല്ല നിൽക്കുന്നത്, ഞാൻ ഒരു ഇലക്ഷനിൽ നിൽക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് എനിക്ക് ആരെയും പേടിക്കണ്ട. എനിക്ക് നാളെ ഇപ്പോഴവരെന്നെ പറഞ്ഞു വിട്ടതുപോലെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുന്നുള്ളൂ, അതിൽ കൂടുതലൊന്നും എനിക്ക് സംഭവിക്കാനൊന്നുമില്ല. അതുകൊണ്ട് ആരുടെയും കാര്യങ്ങൾ കേൾക്കേണ്ട കാര്യമില്ല. ഞാൻ വളരെ സത്യസന്ധമായ രീതിയിലാണ് അവിടെ ഐഡി കാർഡ് ഇഷ്യൂട്ട്. അതുകൊണ്ടാണ് ഇവർ മാനേജർ ധാർഷ്ട്യമുള്ള ആളാണ് ഇവർ പറയാൻ കാര്യം. ഈ കോൺട്രാക്ടിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പ്രശ്നങ്ങളുണ്ട്. ഇത് ഔദ്യോഗികമായ ഒരു സമിതി ഇത് പരിശോധിച്ച് ഇതിനകത്ത് നിജസ്ഥിതികൾ മുഴുവൻ വെളിപ്പെടുത്തണം. കാരണം ഈ കോൺട്രാക്ട് അവാർഡ് ചെയ്തിരിക്കുന്നതും ഈ ജോജി കൃപ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ പേരിലാണ് പേയ്മെന്റ് കൊടുക്കുന്നത്. നാളെ അദ്ദേഹം ഈ കൃപ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ കമ്പനി ക്ലെയിം ചെയ്യുക ഞങ്ങൾക്ക് പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ എന്താ ഉള്ളത്? ഒരു കാര്യമില്ലല്ലോ. എങ്ങനെ നമുക്ക് എന്ത് പ്രൂഫാണ്? ജോജിയുടെ പേരിലാണ് പൈസ കൊടുത്തിരിക്കുന്നത്. ഒറ്റ വ്യക്തിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഈ ജോജി കൃപ എന്ന വ്യക്തി ഏതെങ്കിലും കാരണവശാൽ നാളെ ഇല്ലെങ്കിൽ എന്തായിരിക്കും ഈ പ്രൊജക്ടിന്റെ ഭാവി? എന്തായിരിക്കും? ഈ പ്രോജക്റ്റിലേക്ക് കോട്ട് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം 25,000 സ്ക്വയർ ഫീറ്റിന്റെ ഏരിയ പണിത എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ജോജിക്ക് ഒരു കമ്പനി അക്കൗണ്ട് ഇല്ല, കമ്പനിക്ക് GST ഇല്ല, ഇതൊന്നും ഇല്ലാത്തൊരു കമ്പനിക്ക് എന്ത് അടിസ്ഥാനത്തിലാണ് ഈ പ്രോജക്റ്റ് ഇവർ അവാർഡ് ചെയ്തിരിക്കുന്നത്? ഇത്രയും കാര്യങ്ങൾ സത്യമായിട്ടും നിങ്ങൾ അന്വേഷിക്കേണ്ടതാണ്. ഇത്രയും ലക്ഷം പേയ്മെന്റ് കൊടുക്കുന്ന കാര്യങ്ങളും ഒക്കെ സംഭവിച്ചു. ഇത്രയും പൈസ IPCD പോയി. ഇതിനകത്തൊരു രഹസ്യ അജണ്ടകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയാം, കേരള സ്റ്റേറ്റിനെ 3 4 ആയിട്ട് ജനറൽ കൗൺസിൽ ഡിവൈഡ് ചെയ്യുമെന്നുള്ളൊരു വാർത്തയൊക്കെ വന്നിരുന്നു. ആ വാർത്തയൊക്കെ വന്നിരുന്ന സമയത്ത് ഇടയ്ക്ക് മലബാർ സ്റ്റേറ്റിന്റെ വിഭജനങ്ങളൊക്കെ നടന്നു. അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ മെയിലൊക്കെ ഓഫീസിൽ വന്നിട്ടുണ്ട്. ജെയിംസ് ജോർജിന്റെ രഹസ്യ അജണ്ട എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻ കേസ് തിരുവനന്തപുരം കൊല്ലം ഒരു റീജിയൻ ആവുകയാണെങ്കിൽ ഈ പാസ്റ്റേഴ്സ് പ്രൊജക്ടിന്റെ ഫസ്റ്റ് ഫ്ലോർ അവരുടെ ഓഫീസായിട്ട് ഉപയോഗിക്കണം. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ അജണ്ട. ഇത് ഇപ്പം നിഷേധിച്ചാലും ഇദ്ദേഹം എൻ്റെ ഓഫീസിൽ വന്നിരുന്ന് ഇതിന്റെ കാര്യം വ്യക്തമായിട്ട് എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഈ തിരുവല്ലായി കിടക്കുന്ന ആൾക്കാരും കോട്ടയത്ത് കിടക്കുന്ന ആൾക്കാരും മറ്റു കിടക്കുന്ന ആൾക്കാരും ഈ എക്സിക്യൂട്ടീവ്സിന്റെ താല്പര്യ പ്രകാരം ഈ കൗൺസിലും ഒക്കെ നിങ്ങൾ ഓരോന്ന് ആർഗ്യൂ ചെയ്യുമ്പോഴും നിങ്ങൾ തർക്കിക്കുമ്പോഴൊക്കെ നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ കൂടെ പണമാണ് എവിടേക്ക് പോകുന്നത്? തിരുവനന്തപുരം കൊല്ലത്തിന്റെ ഓഫീസിന് വേണ്ടി. ഇനി ഒരു കാര്യം കൂടെ പറയാം, ഈ ഫ്ലാറ്റിന്റെ പണം ഞാൻ പറഞ്ഞാൽ ആകെ 10 ലക്ഷത്തി രൂപയോളം ആദ്യമേ ഉണ്ടായിരുന്നുള്ളൂ. കുമ്പനാട്ട് ജനറൽ കൺവെൻഷൻ നടക്കുന്ന സമയത്താണ് വിദേശത്തുള്ള ആൾക്കാരും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ഈ വിദേശത്തുള്ള ആൾക്കാർ വരുമ്പോഴാണല്ലോ അവരോട് പണം ചോദിക്കുന്നത്. ഈ പണം ചോദിക്കേണ്ട സമയത്ത് സെക്രട്ടറിക്ക് കുമ്പനാട് കൺവെൻഷന് സീറ്റ് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ അദ്ദേഹം വന്നില്ല. ട്രഷററും സെക്രട്ടറിക്ക് സീറ്റ് കൊടുക്കാഞ്ഞുകൊണ്ട് അദ്ദേഹം വന്നില്ല. പിന്നെ എവിടുന്ന് ആരാണ് ഈ പണമൊക്കെ സമാഹരിക്കേണ്ടത്? ആരാണ് ഈ പ്രൊജക്ടിനെ പറ്റി അവതരിപ്പിക്കേണ്ടത്? പാസ്റ്റർ ദാനിയേൽ കൊന്നേൽ എന്ന് പറയുന്ന പുള്ളിക്കാരൻ UK പോയപ്പോഴും കുവൈറ്റിൽ പോയപ്പോഴും ഒക്കെ ഇതിനെപ്പറ്റി പറഞ്ഞു. എത്ര രൂപ വന്നു? ശരിക്കും ഫാക്റ്റായിട്ട് ഈ പൈസ ഒന്നും ഇവിടെ വന്നില്ലല്ലോ. അപ്പം പണം സമാഹരിക്കാതെ ഈ കിടന്ന പൈസ ഇനി അഥവാ കേരള സ്റ്റേറ്റ് വിഭജിക്കപ്പെടുകയാണെങ്കിൽ ഈ കിടക്കുന്ന ബാലൻസ് അതിനു മുമ്പേ ഇത് എന്നോടൊരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പഴയ എക്സിക്യൂട്ടീവ് എന്നോട് പറഞ്ഞു, ഈ പൈസ എങ്ങോട്ടേലും മാറ്റണ്ടേ? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ഫണ്ട് തന്നെ ഇവർ അടിച്ചു മാറ്റാൻ പോകും, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇവരിത് എങ്ങോട്ടേലും മാറ്റണ്ടേ. മനസ്സിലായില്ലേ? അങ്ങനെ വന്നപ്പോഴാണ് ഞാനത് അറിയിക്കേണ്ട എൻ്റെ മേളിലുള്ള സമിതിയെ ഞാനത് അറിയിച്ചിട്ടുണ്ട്. 2016 ജൂൺ മാസമാണ് എന്നെ ഓഫീസിൻ്റെ മാനേജറായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. അവിടെ തന്നെ ഒരു വ്യാജ കാര്യം പാസ്റ്റർ ദാനിയേൽ കൊന്നു നിൽക്കുന്നതിൽ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ പറഞ്ഞ ഒരു വ്യാജ കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് വെബ് പോർട്ടൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് മാത്രം ഒരു തസ്തിക ക്രിയേറ്റ് ചെയ്തതാണ്. അതിനു മുമ്പേ വേറൊരു മാനേജർ ഉണ്ടായിരുന്നു, അതിനു മുമ്പേ വേറൊരു 2 മാനേജർമാർ ഉണ്ടായിരുന്നത് എനിക്കറിയാം. അപ്പം ഇങ്ങനെ ഇത്ര പച്ചക്കള്ളമൊക്കെ ഒരു പത്ര പ്രസ്താവന നടത്തുന്ന സമയത്ത് പരസ്യമായിട്ട് പറയാൻ പറ്റുമോ? ഇതൊക്കെ എങ്ങനെ പറയാൻ പറ്റും? ഓക്കെ, എന്നാൽ 2016 എന്നെ മാനേജറായിട്ട് ഓഫീസിൽ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞേച്ച് ഞാൻ അവിടുത്തെ റെക്കോർഡ്സുകളൊക്കെ പരിശോധിച്ച് നോക്കിയപ്പോൾ അന്ന് 93 വർഷമായി IPC 93 വർഷം ആയ IPCക്ക് യാതൊരുവിധ രേഖകളും ഓഫീസിലില്ല. ഒരു പാസ്റ്റർക്ക് എന്നാണ് ID കാർഡ് കിട്ടിയെന്ന് അറിയത്തില്ല. അദ്ദേഹത്തിന് എത്ര പ്രാവശ്യം ID കാർഡ് റിന്യൂ ചെയ്തെന്ന് അറിയത്തില്ല. ഒരു പാസ്റ്റർക്ക് എന്നാണ് ഓർഡിനേഷൻ കിട്ടിയെന്ന് അറിയത്തില്ല. ഈ പാസ്റ്റർ ഏതൊക്കെ സ്ഥലങ്ങളിൽ ശുശ്രൂഷിച്ചു എന്നുള്ളത് അറിയത്തില്ല. ഒരു സഭയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന് അറിയത്തില്ല. ഈ സഭ എന്നാ തുടങ്ങിയെന്ന് അറിയത്തില്ല. ഒരു സെന്റർ എന്നാ തുടങ്ങിയെന്ന് അറിയത്തില്ല. ഇങ്ങനെ ഇവിടെ പറയുന്ന ഹാർഡ് കോപ്പിയും ഇല്ല, സോഫ്റ്റ് കോപ്പിയും ഇല്ല, യാതൊരു കാര്യമില്ല. ആകെ അവിടെ ഉണ്ടായിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് വേർഡിൽ ഒരു അഡ്രസ് ലിസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് മാത്രമേ 93 വർഷമായ IPCക്ക് ഉള്ളായിരുന്നു. ചില കൗൺസിൽ മെമ്പർമാരൊക്കെ വളരെ ആദ്യത്തോടെ എന്നോടൊന്ന് പറയാറുണ്ട്, 25 വർഷമായി ഞങ്ങൾ കൗൺസിൽ മെമ്പറായിട്ട് 20 വർഷമായി ഇങ്ങനെ പറയാറുണ്ട്. ഇവരൊക്കെ എന്തായിരുന്നു ചെയ്തത്? ഈ വരുന്ന കൗൺസിൽ മെമ്പർമാർക്കോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്സിന് യാതൊരുവിധ ഉത്തരവാദിത്തമില്ല. ഇതിന് കമ്പ്യൂട്ടറൈസും വെബ് പോർട്ടലിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു രജിസ്റ്ററിൽ എഴുതിയിടാമായിരുന്നല്ലോ, ഓരോരുത്തർക്കും ID കാർഡ് കൊടുത്ത തീയതിയും കാലങ്ങളൊക്കെ എഴുതിയിടാമായിരുന്നല്ലോ. ഇതിന് പല ലിസ്റ്റുകളും ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് ചെറിയ ലിസ്റ്റ് ഉണ്ട്. അതിനിടയ്ക്കൊക്കെ ഓരോ നമ്പറുകളെല്ലാം വിട്ടിട്ടുണ്ട്, ബ്ലാങ്ക് ആയിട്ട് വിട്ടിട്ടുണ്ട്. അതെന്തിനാണെന്നറിയോ? ഇടയ്ക്ക് എഴുതി ചേർക്കാനായിട്ട്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ യാതൊരു വിധ റെക്കോർഡും ഓഫീസിലില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഓഫീസ് മുഴുവൻ ക്ലീൻ ആക്കിയപ്പോൾ അവിടെ നിന്ന് കുറേ ക്വസ്റ്റ്യനേഴ്സ് ഒക്കെ എനിക്ക് കിട്ടി. ഈ ക്വസ്റ്റ്യനേഴ്സ് ഒക്കെ ഞാൻ പഠിച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു? പുതിയ ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കിയതിന് ശേഷം എല്ലാ സഭകൾക്കും പാസ്റ്റർമാർക്കും അയച്ചു കൊടുത്തു. പാസ്റ്റർമാരുടെ ഡീറ്റെയിൽസും സഭകളുടെ ഡീറ്റെയിൽസും അയച്ചു അയച്ചു കൊടുത്തു. അങ്ങനെയാണ് ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തത്, ഒരു ഡാറ്റാബേസിന്റെ പ്രാരംഭം ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് തീർച്ചയായിട്ടും ഇത് ഓഫീസിൽ ഈ ഇൻഫർമേഷൻ എല്ലാം കളക്ട് ചെയ്തുകൊണ്ട് ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അന്ന് എന്നെ സഹായിക്കാൻ എക്സിക്യൂട്ടീവ്സോ ആരുമില്ല. ഇവരെ ഈ കാര്യങ്ങൾ ഇവർക്കൊന്നും ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. ഇങ്ങനെയുള്ള കാര്യം ഇല്ലെന്നും അറിയത്തില്ല, ഉണ്ടെന്നും അറിയത്തില്ല. കാര്യം അവരാരും ശ്രദ്ധിക്കാറില്ല.
അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഇതിനു വേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതൊരു വെബ് പോർട്ടൽ തന്നെ ആയിരിക്കണം എന്നെങ്കിലും അതും അവർക്ക് അറിയത്തില്ല. പിന്നെ ഓക്കെ, ഞാൻ അവർക്ക് മനസ്സിലാവുന്ന രീതിയിലൊക്കെ പറഞ്ഞു ഒരു വെബ് പോർട്ടൽ സംവിധാനം വേണം. അങ്ങനെ പല എൻഡിൽ നിന്നും എൻ്റർ ചെയ്തെങ്കിൽ മാത്രമേ ഈ ഡാറ്റ കംപ്ലീറ്റ് ആകത്തുള്ളൂ. അങ്ങനെ മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാകും. 93 വർഷമായിരിക്കുന്ന ഓഫീസിൽ യാതൊരു റെക്കോർഡും ഇല്ല എന്ന്. അത് 93 എന്ന് പറയുന്നത് എന്നാൽ 2016 ആകുമ്പോൾ IPCയുടെ ഓഫീസിൽ ഒരു റെക്കോർഡും അവൈലബിൾ അല്ല. ഒരു കറസ്പോണ്ടൻസ് ഫയൽ ഉണ്ട്, അത് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ID കാർഡിന്റെ ഒരു എക്സൽ ഫയൽ ഉണ്ടായിരുന്നു, അതിനകത്ത് ഒരു പേര് മാത്രം കാണും, 3-4 ലൈൻ വെറുതെ വിട്ടിരിക്കുക, അങ്ങനെ കുറച്ച് ഒന്ന് രണ്ട് ഷീറ്റൊക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പിന്നെ പാസ്റ്റേഴ്സിന്റെ അഡ്രസ് ലിസ്റ്റ് ഉണ്ട്, അത് എന്തെങ്കിലും കത്തുകൾ അടക്കി. ഇത്രയും കാര്യങ്ങളല്ലാതെ വേറെ ഒന്നുമില്ല. ഒരു ഡോക്യുമെന്റും അതുമായിട്ടുള്ള റിലേറ്റഡ് ഡോക്യുമെന്റും ഒന്നുമില്ല. മെമ്പർഷിപ്പ് എങ്ങനെയായിരുന്നു മെമ്പർഷിപ്പ് റിന്യൂ ചെയ്തുകൊണ്ടിരുന്നത്? മെമ്പർഷിപ്പ് റിന്യൂ ചെയ്യാൻ വരുമ്പോൾ ഇലക്ഷൻ വർഷം ഇത് കൊണ്ടുവരും. ഇലക്ഷൻ വർഷം കൊണ്ടുവരുമ്പോൾ കഴിഞ്ഞ വർഷം ഇതിനകത്ത് ആരുണ്ടായിരുന്നു, അവർ അടച്ചിരുന്നു, അടയ്ക്കാത്ത ആരായിരുന്നു, ഇതൊന്നും നോക്കാൻ സംവിധാനം. ഈ പ്രാവശ്യം കൊണ്ടുവന്നു 45 പേര്. ഓക്കെ, 45 പേരുടെ 2 രൂപ വെച്ച് 4 രൂപ വെച്ച് പൈസ മേടിച്ച് അവിടെ എഴുതി നോക്കും. ഇത്രയും മാത്രമേ ഉള്ളായിരുന്നു. ഇതൊക്കെ ഓഫീസ് സ്റ്റാഫിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് അറിയാം. ഈ പത്രസമ്മേളനത്തിൽ അടിച്ചുവിട്ട കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ തിരിച്ച് ഓഫീസ് സ്റ്റാഫ് ആയിരിക്കും. കാരണം ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും അതിനകത്ത് ഇല്ലാത്ത സംഭവങ്ങളാണ്. അതിനുശേഷം ഇങ്ങനെ ഒരു സംവിധാനം വന്നപ്പം ഞാനത് അവരോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കണം എന്നുള്ള ഒരു വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻ ആയിരിക്കണം, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അത് പറ്റുള്ളൂ. അങ്ങനെ അതിൻ്റെ കൊട്ടേഷൻസ് വിളിച്ചതിന് ശേഷം ജനറൽ കൗൺസിലും അന്ന് പറഞ്ഞിരുന്നു ഓക്കെ, അവർക്കും ഇതിനകത്ത് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് അന്നത്തെ ജേക്കബ് ജോണും പാസ്റ്റർ KC ജോണും ഒരു കൊട്ടേഷനിൽ സൈൻ ചെയ്ത ഒരു പേപ്പറും കാര്യങ്ങളൊക്കെ എൻ്റെ ഉണ്ട്. ഓക്കെ, അന്ന് ആദ്യത്തെ വിശദീകരണത്തിൽ ആദ്യം ഞാൻ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്ത ഒരു കമ്പനി 2-3 കമ്പനികളുമായിട്ട് ഡിസ്കസ് ചെയ്തതിൻ്റെ പ്രാഥമിക അടിസ്ഥാനത്തിൽ ആദ്യം അവർ ഒരു എമൗണ്ട് കോട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആ എമൗണ്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത് ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനമാകാതെ ഇങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും അവർ പറഞ്ഞു ശരി എന്നാൽ എക്സിക്യൂട്ടീവ്സ് പറഞ്ഞു ശരി എന്നാൽ നമുക്ക് ചെയ്യാം, ഓക്കെ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പം ഞാൻ കുറേ കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ സ്പെറിഡിയൻ എന്ന് പറഞ്ഞ ടെക്നോ പാർക്കിലെ ഒരു കമ്പനി 25 ലക്ഷവും സേവൺ ടെക്നോളജീസ് എന്ന് പറയുന്ന ഇൻഫോ പാർക്കിലുള്ള ഒരു കമ്പനി 24 ലക്ഷവും കോട്ട് ചെയ്തു. ഞാൻ എന്തുകൊണ്ടാണ് ഇൻഫോ പാർക്ക് ടെക്നോ പാർക്കിലുള്ള കമ്പനികളെ സെലക്ട് ചെയ്യാൻ കാരണം, ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തരും പറയും ഞങ്ങൾ ചെയ്തു തരാൻ പറഞ്ഞിട്ട് പിന്നെ ഈ ആളും കാണത്തില്ല, കമ്പനിയും കാണത്തില്ല, അങ്ങനെ പറ്റത്തില്ല. ഒരു സ്റ്റാൻഡേർഡ് കമ്പനി, അടുത്തൊരു 10 വർഷത്തേക്ക് നിലനിൽക്കുന്ന ഒരു കമ്പനി, ആ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു കമ്പനി ആയിരിക്കണമെന്നുകൊണ്ടാണ് ഇങ്ങനെയുള്ള ലെവലിൽ കോട്ട് ചെയ്തത്. അല്ലെങ്കിൽ ആരെ വേണമെങ്കിലും കോട്ട് ചെയ്യാം. കാരണം അല്ലെങ്കിൽ ഇതൊരു വലിയ പ്രോജക്റ്റ് ആണ്. ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അതിനൊരു ടീം ഓഫ് ആൾക്കാർ വേണം. ഇത്രയും ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് അതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളത്. പത്രസമ്മേളനത്തിൽ പാസ്റ്റർ ദാനിയേൽ കുന്നു നിൽക്കുന്നുണ്ട്, വെബ് പോർട്ടലിന് 40 ലക്ഷം രൂപ. എൻ്റെ ടീമേ, ഇദ്ദേഹം IPC കേരള സ്റ്റേറ്റിന്റെ സെക്രട്ടറി അല്ലേ, ഇദ്ദേഹത്തിന് ഓഫീസിലെ യാതൊരു കാര്യം അറിഞ്ഞുകൂടെ? ആ വെബ് പോർട്ടലിന് ആകെ കൂടെ ചിലവായിരിക്കും 28 ലക്ഷം രൂപയുള്ളൂ. പിന്നെ ഇദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഈ 40 ലക്ഷം രൂപ എന്നുള്ള ഫിഗർ കിട്ടിയിരിക്കുന്നത്? ആകെ 28 ലക്ഷം രൂപയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ 5 വർഷത്തിനിടയ്ക്ക് ചില അമെന്റ്മെന്റ്സ്, എക്സാമ്പിൾ 5 രൂപയിൽ നിന്ന് 50 രൂപ മെമ്പർഷിപ്പ് ആക്കിയപ്പോൾ അതിനൊരു ചെറിയ അമെന്റ്മെന്റ് വേണം. അങ്ങനെ ചെറിയ ഇലക്ഷന്റെ സമയത്ത് ചില അമെന്റ്മെന്റ് വേണം. ഇങ്ങനെയുള്ള അമെന്റ്മെന്റുകളെല്ലാം കൂടെ ചെയ്ത് ഈ 5 വർഷം കൊണ്ട് 2 ലക്ഷം രൂപ ആയിട്ടുണ്ട്. അപ്പോൾ ആ 2 ലക്ഷം രൂപയുടെ കൂടി ആകെ കൂടെ 30 ലക്ഷം രൂപ ഇതിന് ചിലവായിട്ടുള്ളൂ. ഇതിന് ചിലവായിട്ടുള്ളൂ. ഈ 30 ലക്ഷം രൂപയ്ക്കാണ് 40 ലക്ഷം രൂപയുടെ വെബ് പോർട്ടൽ. ഇതെന്തിനാണ്? ഇദ്ദേഹം വേറെ എവിടെയോ ഒരു സോഷ്യൽ മീഡിയയിൽ കൂടെ ഞാൻ വായിച്ചൊരു കാര്യമാണ്, 3500 സഭയ്ക്ക് വരെ ഇദ്ദേഹം 7500 സഭയുടെ അധിപനാണെന്ന് പ്രചരിപ്പിച്ച ഒരു കാര്യം. എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത്? ഓക്കെ, ഈ വെബ് പോർട്ടൽ സംവിധാനം വന്നു കഴിഞ്ഞേച്ച് ഇത് 2018 ഇതിന്റെ ഡെവലപ്മെന്റ് ആരംഭിച്ചു. ഏകദേശം 8000-ലധികം മണിക്കൂർ ഡെവലപ്മെന്റ് കമ്പനിയും 4000-ലധികം മണിക്കൂർ ഞാനും കൂടെ സ്പെൻഡ് ചെയ്തതാണ് ഈ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയത്. ഇത് കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു പ്രോജക്റ്റ് ഡിസൈൻ ചെയ്തതും അതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളും ഞാനാണ് ചെയ്തത്. അതിനെ എനിക്ക് സഹായിക്കാനോ എനിക്ക് അഭിപ്രായം പറയാനോ ആരുമില്ല. ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് അതിനുശേഷം 2019 കുമ്പനാട് ജനറൽ കൺവെൻഷനിൽ ഇത് ഇനോഗ്രേറ്റ് ചെയ്തു. ഡെവലപ്മെന്റ് ഇങ്ങനെ സക്സസ് ആയി വന്ന് കണ്ടപ്പോൾ പലർക്കും എന്ത് ചെയ്തോ, ഇത് എന്തുവാണ്, സംഭവം എന്തുവാണ്, അതിന് സമ്മതി വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം. പിന്നെ 30 ലക്ഷം രൂപ IPCയിൽ ഏത് കാര്യം നടന്നാലും അതിന് കമ്മീഷൻ അടിക്കാറുണ്ട്. അപ്പോൾ 30 ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് നടന്നു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും കമ്മീഷൻ അടിച്ച് കാണുമല്ലോ എന്നുള്ളത് സമിതി വേണം എന്ന് പറഞ്ഞ ഒരു സമിതിയെ 2020 തീരുമാനിച്ചു. ഈ സമിതിയുടെ 1ാമത്തെ സിറ്റിംഗിൽ ഞാൻ ഇവരുമായിട്ടുണ്ടാക്കിയിരിക്കുന്ന കോൺട്രാക്ടിന്റെ ഒറിജിനൽ കോപ്പിയും എല്ലാ കാര്യങ്ങളും മുമ്പിൽ നിർത്തി. 2ാമത്തെ മീറ്റിംഗ് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ എന്ത് ചെയ്തു, പ്രോജക്ടറൊക്കെ വെച്ചിട്ട് എന്താണിതെന്ന് അവരെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട്, ഡിസ്പ്ലേ ചെയ്യാനായിട്ടുള്ള എല്ലാ ക്രമീകരണമായിട്ട് അവിടെ വന്നു. 2ാമത്തെ സിറ്റിംഗിൽ എനിക്ക് മനസ്സിലായി ഇവർക്ക് ഇതൊന്നും കാണണ്ട, ഇവരുടെ ഉദ്ദേശം വേറെയാണ്. ഈ പ്രോജക്റ്റ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പാടില്ല, ഇപ്പോൾ ഇവിടെ നിർത്തണം. എന്ത് കാരണത്തല്ല, ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു 10-12 പേര് വർക്ക് ചെയ്യുന്ന ഒരു ടീമായിട്ട് വർക്ക് ചെയ്ത് ഒരു ടൈം ഷെഡ്യൂളിൽ വർക്ക് ചെയ്യുന്ന പ്രോജക്റ്റ് ഇപ്പോൾ നിർത്തണം. നിർത്തിയിട്ട് അവരുടെ ഇനി പേയ്മെന്റ് കൊടുക്കാം, അങ്ങനെ 18 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്, പേയ്മെന്റ് കൊടുക്കാൻ പാടില്ല. ശരിക്കും ഇവര് കൗൺസിലിന്റെ അടുത്ത് പറഞ്ഞ് ഈ വെബ് പോർട്ടലിനുള്ള പേയ്മെന്റുകൾ നിർത്തി. ആ സമയത്ത് എക്സിക്യൂട്ടീവ് ഒരു സൈഡിൽ, ഈ സമിതി ഒരു സൈഡിൽ, ഞാനൊരു സൈഡിൽ, ഡെവലപ്പ് ചെയ്യുന്ന കമ്പനി, ഇവരെ എല്ലാവരുടെയും നിന്നും പ്രതിസന്ധികൾ ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുക. ഇത് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ അവരുടെ പേയ്മെന്റ് കൊടുത്തില്ലെങ്കിൽ അവർ പ്രോജക്റ്റ് നിർത്തിയിട്ട് പോകും. ഈ കൊടുത്ത പൈസ ഇതായി പോകും. കാരണം കോൺട്രാക്ടിനകത്ത് നമ്മുടെ സൈഡിൽ നിന്നാണ് ഈ കുഴപ്പം വന്നിരിക്കുന്നത്. നമ്മളാണ് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുടക്കിയ ക്യാമ്പ് സെന്ററിന് വേണ്ടി മുടക്കിയ 17 ലക്ഷം പോലും ഇരിക്കും. ഞാൻ വളരെയധികം ഈ പ്രോജക്റ്റ് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തെന്നൊക്കെ പറഞ്ഞാലും ഞാൻ ഈ പ്രോജക്റ്റിന് വേണ്ടി 2017 മുതൽ പ്രാർത്ഥിച്ചാണ് ഇത് തുടങ്ങിയത്. എനിക്ക് ദൈവമാണ് എനിക്ക് ഞാൻ തന്നത്. എൻ്റെ വൈഫ് ബീന, അവളുടെ പ്രാർത്ഥനയിൽ അവൾ ദൈവം കൊടുത്ത 14 കൂട്ടം കാര്യങ്ങൾ
പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് രാവിലെയും എൻ്റെ ബൈബിളിൽ ആ പേപ്പർ എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ 2017 മുതൽ ഇന്ന് രാവിലെ വരെ ഈ പ്രൊജക്ടിന് വേണ്ടി പ്രാർത്ഥിച്ചാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ ജ്ഞാനവും വിവേകവും ദൈവം തന്നതാണ്. ഇത് ഇന്ന് ഞാൻ വളരെ അഭിമാനത്തോടുകൂടി പറയാം, ഇങ്ങനെ ഒരു പ്രൊജക്ട് ഇന്ന് ഓരോ എപ്പിസ്കോപ്പൽ ചർച്ചിനും ഇതുവരെ ഉണ്ടായിട്ടില്ല. വളരെ നല്ല, എൻ്റെ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസ് ഡിസൈനിങ്ങിലായിരുന്നു. നല്ല ലെവലിൽ ഒരു ഡാറ്റാബേസ് സ്ട്രക്ചർ ഇതിന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന്റെ മുകളിലോട്ട് എന്ത് ഫൗണ്ടേഷൻ വേണമെങ്കിലും ചെയ്യാം, അതേ രീതിയിലാണ്. അത് മാത്രമല്ല, അന്ന് ജനറൽ കൗൺസിൽ പറഞ്ഞത് IPC ക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രൊജക്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. IPC ഏത് സ്റ്റേറ്റ് റീജിയൻ വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഈ പ്രൊജക്ട് ചെയ്തത്. അപ്പോൾ ഒരു 12,000 മണിക്കൂറുകളോളം ഈ പ്രൊജക്ടിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. അത്ര വിപുലമായ രീതിയിലാണ് ഈ സംവിധാനം ഒരുക്കുന്നത്. അപ്പം ഈ സമിതി വന്നിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കി എന്ത് സംഭവിച്ചു? ഒരിക്കൽ LK റോയ് പറഞ്ഞു, ഒരു കൊച്ചു ജനിച്ചപ്പോൾ തന്നെ എൻ്റെ കാല് തല്ലി ഒടിച്ച പോലെ. ഈ സമിതി ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ ഈ പ്രൊജക്ടിനെ നശിപ്പിച്ചു. നിങ്ങളൊന്ന് കണക്ക് കൂട്ടിക്കുക. ഞാൻ ഒരു ചെറിയ കണക്ക് പറയാം. 25 ലക്ഷം, ഞാൻ അന്ന് പറഞ്ഞു 21 സഭയിൽ മെമ്പർഷിപ്പ്, 21 മെമ്പറിൽ കൂടെ ഉള്ള ഒരു സഭ. ഇതിന് 3 വേർഷൻ ഉണ്ട്: ബേസിക്, സ്റ്റാൻഡേർഡ്, പ്രീമിയം. ബേസിക് വേർഷൻ മാത്രം അതിന്റെ ഡാഷ്ബോർഡ് സബ്സ്ക്രൈബ് ചെയ്താൽ 1000 രൂപ കൊടുത്താൽ 21 മെമ്പറിൽ കൂടുതലുള്ള സഭ. ഈ 1000 രൂപ വെച്ച് കൊടുത്താൽ 2500 സഭകൾ 1000 രൂപ വെച്ച് കൊടുത്താൽ ഇതിന്റെ ഡെവലപ്മെന്റ് കോസ്റ്റ് ആയില്ലേ? പിന്നെ ഇത് കംപ്ലീറ്റ് ക്ലൗഡ് ബേസ്ഡ് ആയതുകൊണ്ട് AWS സെർവറിനകത്താണ് ഇട്ടിരിക്കുന്നത്. ഏറ്റവും നല്ല സെർവറിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഈ AWS സെർവറിൽ ഒരു $12,500 ഇപ്പം മന്ത്ലി അതിന് റെന്റ് വരുന്നത്. നമുക്ക് ഈ 2500 സഭകൾ, ഈ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ സഭകളോടും പറഞ്ഞിരുന്നു, നിങ്ങളൊരു 300 രൂപ 250 രൂപ സഭകൾക്കും ഒരു 500 രൂപ സെന്ററിനും ഇയർലി റിന്യൂവൽ ഫീസ് ആയിട്ട് വരും. കാരണം അത് AWSന്റെ കോസ്റ്റ്. അത് തരാൻ അവരൊക്കെ വില്ലിംഗ് ആയിരുന്നു. ആ പൈസ കൂടെ മേടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ടോട്ടലി കോസ്റ്റ് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാനും പറ്റുമായിരുന്നു. ഇങ്ങോട്ട് പൈസയും കിട്ടുമായിരുന്നു, ഫർദർ ഡെവലപ്മെന്റ്സിനുള്ള പൈസ നമ്മൾ കിട്ടുമായിരുന്നു. ഇതെല്ലാം ഞാൻ അന്നത്തെ എക്സിക്യൂട്ടീവ്സിന്റെ അടുത്ത് പറഞ്ഞിരുന്നു. അത് അവർ ഇംപ്ലിമെന്റ് ചെയ്തില്ല. അത് അവരുടെ കുഴപ്പമാണ്. അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ആർജം ഉണ്ടായില്ല, അതിനുള്ള ധൈര്യം കാണിച്ചില്ല, അത് ചെയ്തില്ല. അതുകൊണ്ടാണ് 30 ലക്ഷം എന്നും ഇത്രയും നല്ലൊരു സംവിധാനം സഭയ്ക്ക് ചെയ്ത് എന്നെ ഉപദ്രവിക്കാനുള്ള ഏറ്റവും മാർഗ്ഗം വെബ് പോർട്ടലിന്റെ കാര്യം കൗൺസിൽ പറയുക. അത് വീതം ഒന്നും അറിയാൻ വയ്യാത്ത ആൾക്കാർ കുറെ അഭിപ്രായങ്ങൾ പറയാം. ഇവര് കഴിഞ്ഞ 2-3 കൗൺസിലുകളിൽ ദാനിയേൽ കൊന്നു നിൽക്കുന്നതിൽ വളരെ പർപ്പസ്ഫുള്ളി ചെന്നിട്ട് എന്ത് സംഭവിച്ചു? മാനേജർക്ക് ഭയങ്കര ധാർഷ്ട്യമാണ്, ഇങ്ങനെ പറഞ്ഞ് വെബ് പോർട്ടൽ പിന്നെയും അടുത്ത സമിതി ഉണ്ടാക്കും. ഒന്നാമത്തെ സമിതിയുടെ കാര്യങ്ങൾ ഒന്നുകൂടെ പറഞ്ഞ് തീരട്ടെ. ഒന്നാമത്തെ സമിതിയിലുള്ള ആൾക്കാർ അവരുടെ ഡെവലപ്മെന്റ്സ് എന്നോട് വന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അവസാനം 2 വർഷം ഇതിന്റെ പുറത്ത് കമന്ന് കടന്ന് പഠിച്ചതിന് ശേഷം ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ നേരത്തെ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വെബ്സൈറ്റ് ആൻഡ് വെബ് പോർട്ടൽ അതുവരെ അവർക്ക് അറിയത്തില്ല. പിന്നെ അവർ എന്ത് റിപ്പോർട്ട് ഉണ്ടാക്കി? അവർ വലിയ റിപ്പോർട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നു. ഇതിന്റെ ഡ്രാഫ്റ്റ് തന്നെ എക്സിക്യൂട്ടീവ്സ് കാണിച്ച് ഞാൻ പറഞ്ഞു, ഓരോ കാര്യത്തിന് ഇത്രയും മലയാള മനോരമ ജോൺസൺ മാത്യു ആയിരുന്നു എൻ്റെ കൺവീനർ. അദ്ദേഹമാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഒരു കോവിഡ് കാലഘട്ടത്തിൽ ഒരു നല്ല കഥ എഴുതിയെന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു, എന്നെ കൗൺസിലിൽ കൊണ്ടുപോകണം. ഇവർ പറഞ്ഞിരിക്കുന്ന വിഡ്ഢിത്തരങ്ങൾക്ക് മൊത്തം ഞാൻ 1 by 1 ആയിട്ട് മറുപടി പറയാം. ഇവരെന്നെ കൗൺസിലിൽ കൊണ്ടുപോകത്തില്ല. അത് കഴിഞ്ഞ് കുറെ കാലം കൂടെ കഴിഞ്ഞ് വീണ്ടും ഒരു സമിതിയെ തിരുവൻ. ഞാൻ പറഞ്ഞു, ഞാൻ ഈ ആദ്യത്തെ സമിതി ഇതിന്റെ വളർച്ചയെ മുരടിപ്പിച്ച് കളഞ്ഞു, ഇത് തകർത്ത് കളഞ്ഞാണ്, മനസ്സിലായത്. എന്നിട്ട് ഞാൻ തന്നെ ക്ഷമയോടെ കാത്തിരുന്നാണ് ഇതെല്ലാം ഡെവലപ്പ് ചെയ്യിപ്പിച്ചെടുത്ത്. അത് എക്സിക്യൂട്ടീവ്സിന്റെ സൈഡിലും അവരോടും പറഞ്ഞ ഡെവലപ്മെന്റ് ടീമിനോടും പറഞ്ഞ എല്ലാം അങ്ങനെയാണ് ചെയ്തെടുത്തത്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് വീണ്ടും ഒരു സമിതിയെ വെച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എന്നെ വിളിച്ച് സംസാരിക്കും, ഇനി അതൊന്നും വേണ്ട. വെബ് പോർട്ടൽ എന്ന് പറഞ്ഞ അജണ്ട ഇട്ടൊരു കൗൺസിൽ വിളിക്കും. ആ കൗൺസിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വന്നിട്ട് എന്താണ് വെബ് പോർട്ടൽ എന്നുള്ളതിനെ പറ്റി ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ ഞാൻ സംസാരിക്കും. എന്നിട്ട് 84 കൗൺസിൽ മെമ്പർമാരുടെയും ചോദ്യങ്ങൾക്ക് അവരവരുടെ നോളജിനനുസരിച്ചുള്ള മറുപടി ഞാൻ പറയാം. അപ്പം ജെയിംസ് ജോർജ് അദ്ദേഹമാണ് പറയുന്നത്, മാനേജറെ കൗൺസിൽ കൊണ്ടുപോകാൻ പറ്റില്ല. എന്നാൽ പിന്നെ ഒരു കാര്യം നിങ്ങൾ പറ, അവർക്ക് പറയാനോട്ട് അറിയത്തില്ല. ഇതിൽ കൂടുതൽ ഈ കാര്യത്തിൽ എന്ത് വ്യക്തതയാണ് ഞാൻ വരുത്തുന്നത്? ഈ കാര്യത്തിൽ എന്ത്? അപ്പോൾ ഒന്നാമത്തെ, ഇവരെന്നെ കൗൺസിൽ കൊണ്ടുപോകത്തില്ല, ഇവർ തെറ്റായ കാര്യങ്ങൾ കൗൺസിലിനെ ധരിപ്പിക്കും. അതാണ് വെബ് പോർട്ടലിനെ പറ്റിയുള്ള പിക്ചറുകൾ. എന്നെ അപമാനിച്ച ഒരു സമിതിയെ പറ്റി എനിക്ക് എന്താണ് അവർ ഈ ജനങ്ങളുടെ ഇടയിൽ പറഞ്ഞു പരത്തിയിരിക്കുന്നതൊക്കെ എനിക്ക് പറയണം. കാരണം ഈ IPC.live എന്ന ഡൊമൈൻ നെയിം അത് നിങ്ങൾ നോർത്തേക്ക് ഈ പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിന് 1 വർഷം മുമ്പേ ആണ് ഈ പേര്, ഇത്ര നല്ലൊരു പേര് ഇട്ടിരിക്കുന്നത്. IPCക്ക് ഫുള്ളായിട്ട് ഇട്ടിരിക്കുന്നത്. IPC എന്നുള്ളൊരു പേര് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇന്ത്യൻ പീനൽ കോഡിന്റെ ഷോർട്ട് ഫോം ആണ് IPC. നിങ്ങളൊരു ഡൊമൈൻ രജിസ്റ്റർ ചെയ്യാൻ നോക്കി. അങ്ങനെ വളരെ കാലം കാത്തിരുന്ന് ആണ് ഈ ഒരു നല്ല പേര് ഞാൻ കണ്ടുപിടിച്ച് അതിനെ ഒരാൾ അമേരിക്കയിലുള്ള KC ജോർജാൻ, ഒക്ലഹോമയിലുള്ള KC ജോർജാൻ സ്പോൺസർ ചെയ്തിട്ടാണ് ആ പേര് ആദ്യം രജിസ്റ്റർ ചെയ്തത്. അതെന്റെ ഇമെയിൽ അഡ്രസ് തന്നെയാണ്. ഞാനിത് എൻ്റെ ഒരു വെബ് പോർട്ടലിന്റെ പാസ്വേഡും കാര്യങ്ങളൊക്കെ പറയുന്നല്ലോ. അതിനകത്ത് ഒരു ഫാക്ട് പറയട്ടെ. ഒന്നാമത്തെ സമിതി ഇവർ ചെയ്തത് ഇതിനെ നശിപ്പിക്കാനാണ് ഇവരുടെ മാർഗ്ഗമെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അതൊക്കെ ഞാനത് വളരെ സേഫ് ആയിട്ട് വെച്ചു. ഞാൻ പാസ്റ്റർ ദാനിയേൽ കൊന്നു നിൽക്കുന്നതിനോട് എക്സിക്യൂട്ടീവ്സിന് മുമ്പിലും ഓഫീസ് സ്റ്റാഫിന് മുമ്പിൽ വെച്ചും പല പ്രാവശ്യം ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഞാൻ ഈ കേരള സ്റ്റേറ്റിന്റെ അപ്രൂവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ താങ്കൾ അത് ചെയ്യുന്നു. പക്ഷേ താങ്കൾ ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോൾ ഞാനത് ചെയ്യത്തില്ല. കാരണം ഇദ്ദേഹം പല വിധത്തിലുള്ള മാൽ പ്രാക്ടീസ് അവിടെ ചെയ്യും. അതെനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. എന്നെ പലപ്പോഴും ഇതിനെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അത് ചെയ്യുമെന്ന് എനിക്കറിയാം. അദ്ദേഹം അങ്ങനെ കാർഡ് കൊടുക്കുന്ന വരും. ഓർഡിനേഷന്റെ കാര്യങ്ങൾ അങ്ങനെ ചെയ്തെന്നിരിക്കും, പല കാര്യങ്ങളും അങ്ങനെ ചെയ്തെന്നിരിക്കും. അതുകൊണ്ട് ഞാൻ പാസ്വേഡ് തരാം, പിന്നെ ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, അത് പറ്റത്തില്ല, അത് ഞാൻ ചെയ്തേ പറ്റും. എന്നിട്ട് ഇദ്ദേഹം പാസ്വേഡ് കൊടുത്തില്ല, മാനേജർ സഹകരിക്കുന്നില്ല, അങ്ങനെ പുള്ളിയോടൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്. ഇത് എത്രയോ തവണ എക്സിക്യൂട്ടീവ്സിന് മുമ്പിലും ഓഫീസിന് മുമ്പിൽ വെച്ച് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞാണ്. IPC.live എന്ന് പറയുന്ന വെബ് പോർട്ടൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് IPCയുടെ മൊത്തം പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്. അതും അന്ന് പാസ്റ്റർ KC ജോണും പാസ്റ്റർ ജേക്കബ് ജോണും ഒപ്പിട്ട് തന്നിരിക്കുന്ന ആ ഒരു പേപ്പറിന്റെ അടിസ്ഥാനത്തിലാണ്
ആ ഒരു രീതിയിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയൊരു റീജിയൻ സ്റ്റേറ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, എല്ലാ റീജിയൻ സ്റ്റേറ്റിന് വേണ്ടിയും ഇനി എത്ര പുതിയതുണ്ടായാലും പിന്നെ ചെയ്യാവുന്ന രീതിയിലും പാസ്റ്റേഴ്സ് ട്രാൻസ്ഫർ, പാസ്റ്റർ ID കാർഡ്, ഇതൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യാവുന്ന വിധത്തിലാണ് അത് ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു പോർഷൻ ഞാൻ അവിടെ കൊണ്ട് നിർത്തുന്നു. അടുത്തത്, കഴിഞ്ഞ മെയ് 6-ാം തീയതി കൂടിയ കൗൺസിൽ ഇവരെ എന്നെ ടെർമിനേറ്റ് ചെയ്തു. അപ്പോൾ ഒരു കാര്യം മുമ്പ് പറയട്ടെ, ഈ പാസ്റ്റർ ദാനിയേൽ കുന്നേൽക്കുന്നതിന് ഇടയ്ക്ക് പറഞ്ഞത് മാനേജർ തസ്തിക വെബ് പോർട്ടൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് കള്ളത്തരമാണെന്ന് ഞാൻ പറഞ്ഞത്. എനിക്ക് മുമ്പേ 2 മാനേജർമാരെ എനിക്കറിയാം, അതിന് മുമ്പേ ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ഈ ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടി ഞാനൊരു എക്സ്ട്രാ 14,000 മണിക്കൂർ ഞാൻ അതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്, മാനേജറുടെ ജോലി കൂടാതെ. അതുകൊണ്ടാണ് ഈ 10,000-ഓളം അവർ കൊണ്ട് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഇത് കംപ്ലീറ്റ് ഡിസൈൻ ചെയ്യുന്നതിന്, കംപ്ലീറ്റ് ഡാറ്റ ഫ്ലോയും ഡാറ്റ സ്ട്രക്ചറും ഡാറ്റാബേസും ഇതെല്ലാം എൻ്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം ഞാനാണ് ഡിസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. മെയ് 6-ാം തീയതി കൂടിയ കൗൺസിൽ ഇവരെന്നെ പുറത്താക്കിയപ്പോൾ എന്താണ് അതിന് റീസൺ പറഞ്ഞിരിക്കുന്നത്? മാനേജർ തസ്തിക നിലനിർത്തി. അതുകൊണ്ട് താങ്കൾ അടുത്ത ദിവസം വന്നിട്ട് താങ്കളുള്ള കാര്യങ്ങളെല്ലാം ഹാൻഡ് ഓവർ ചെയ്യണം എന്ന് പറഞ്ഞ് എഴുതി, വളരെ നിസ്സാരമായിട്ട്. മെയ് 7-ാം തീയതി വരാനായിട്ടാണ് എഴുതി. ഞാൻ അവർക്കൊരു മറുപടി അയച്ചു. മെയ് 7-ാം തീയതി വരാൻ പറ്റില്ല, മെയ് 12-ാം തീയതി തിങ്കളാഴ്ച 2 മണിക്ക് ഞാൻ വരാം. ഉടനെ അവർ എനിക്ക് മറുപടി അയച്ചു, തിങ്കളാഴ്ച മെയ് 12 തിങ്കളാഴ്ച 2 മണിക്ക് വരാൻ എക്സിക്യൂട്ടീവ്സിന് സൗകര്യമുള്ളതുകൊണ്ട് മെയ് 13-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ വരാൻ പറഞ്ഞു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു? ഞാൻ രാവിലെ അവിടെ ഒരു 10-10:30 ആ സമയമായപ്പോഴത്തേക്ക് ഞാൻ ചെന്നിട്ട് എൻ്റെ കയ്യിൽ എൻ്റെ റൂമിൻ്റെ താക്കോലുണ്ടല്ലോ, ഞാനത് തുറന്ന് ഞാൻ എൻ്റെ റൂമിലോട് ഇരുന്നു. ആ റൂമിലോട് ഇരുന്ന് കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പോലീസ് അധികാരികൾ വന്നു, എന്നോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ ഇറങ്ങണം, നിങ്ങൾ അതിക്രമിച്ച് കയറുക. ഞാൻ പറഞ്ഞു എന്നോട് വരാൻ പറഞ്ഞിട്ടാണല്ലോ ഞാൻ വന്നത്. കോഴിപ്പുറം CI വളരെ സൗഹൃദപരമായിട്ട് എന്നോട് പറഞ്ഞു തൽക്കാലം ഇവിടെ നിന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞു എന്താ കുഴപ്പമില്ല മാറി. അവർ എന്നോട് പറഞ്ഞു വരാൻ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. എന്നിട്ട് ഞാനോട് മാറി നിൽക്കാൻ എന്നോട് പറഞ്ഞു. ഞാൻ മാറിയ സമയം കൊണ്ട് ഓഫീസിൻ്റെ പൂട്ടുകളും കാര്യങ്ങളും ഇതെല്ലാം അവർ ചേഞ്ച് ചെയ്തു. ഇത് ചേഞ്ച് ചെയ്തേച്ച് മാനേജർ വെബ് പോർട്ടലിൻ്റെ പാസ്വേഡ് കൊടുത്തില്ല, അത് കൊടുത്തില്ല, ഇത് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യം. ഞാൻ അവിടെ കൊണ്ടുവച്ചിരുന്ന പല സാധനങ്ങളും എൻ്റെ അടുത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിനൊക്കെ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ എന്നോട് വളരെ അപമര്യാദയായ രീതിയിൽ 9 വർഷക്കാലം വർക്ക് ചെയ്ത് എന്നോട് ഇത്രയും നല്ല കാര്യങ്ങൾ അവിടെ ചെയ്ത് ഈ ഓഫീസ് സംവിധാനം വളരെ നന്നായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന എന്നോട് ഈ എക്സിക്യൂട്ടീവ്സിന് ഞാൻ സത്യമായിട്ടും പറയാം, ഒരു ഉത്തരവാദിത്തമില്ല. പാസ്റ്റർ ദാനിയേൽ വന്ന് നിൽക്കുന്നതിൽ 5 പൈസയുടെ ജോലി ചെയ്യുന്ന ആളല്ല. അദ്ദേഹത്തിന്റെ ഫയലിനകത്ത് ഒരു എത്ര കെട്ടുകണക്കിന് പേപ്പറുകളുണ്ട്, ഇദ്ദേഹം ഇത് നോക്കാറൊന്നുമില്ല. ഇദ്ദേഹം ഇപ്പം ID കാർഡ് പെൻഡിങ് ആയിരിക്കുന്നു, ട്രാൻസ്ഫർ പെൻഡിങ് ആയിരിക്കുന്നു. അവിടെ സത്യം പറഞ്ഞാൽ ബിസിനസ് ആണ് നടക്കുന്നത്, ശരിക്കും ബിസിനസ് ആണ് നടക്കുന്നത്. ഇതൊക്കെ വെളിപ്പെടുത്താൻ പോയാൽ നിങ്ങൾ ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത് ചിന്തിക്കും. ഈ മഴക്കാലം ആകുമ്പം എന്ത് സംഭവിക്കും? കുറെ പേർക്ക് വിളിച്ച് ഓർഡിനേഷൻ കൊടുക്കും. കാരണം ആ സമയത്ത് കൺവെൻഷൻ നടക്കത്തില്ല. കസേറയ്ക്ക് വേണ്ടി മാത്രം ഈ നടക്കുന്ന ഒരു ആൾക്കാരാണ് ഇവർ. ഇവർക്ക് ഭരണം ഓഫീസിനകത്ത് എന്ത് സംഭവിക്കുന്നു? കേരള സ്റ്റേറ്റിന് വേണ്ടി വളരെ മുതലക്കണ്ണുനീരും പൊഴിക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ നിങ്ങൾ വിചാരിക്കുന്നു കേരള സ്റ്റേറ്റിനോടുള്ള താല്പര്യം കൊണ്ടാണെന്ന്? കഴിഞ്ഞ നാളുകളിലൊക്കെ 2002 ഭരണഘടനയാണോ 2023 ഭരണഘടന ഇവരുടെ പ്രത്യേകിച്ച് പാസ്റ്റർ ദാനിയേൽ കൊന്നു നിൽക്കുന്നതിൽ പാസ്റ്റർ KC തോമസ് ഇവരുടെയൊക്കെ വ്യക്തിപരമായ പ്രോഗ്രാംസിന്റെ താല്പര്യപ്രകാരം ഇവരെന്ത് ചെയ്തു? അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഒന്നും വ്യക്തമായ ഒരു നിലപാട് എടുത്തില്ലല്ലോ. ഒരു സമയത്തും ഒരു പുരുഷത്വം കാണിച്ചില്ലല്ലോ നിലപാട്. ഇപ്പൊ പിന്നെ എന്ത് ചെയ്തു? ഇപ്പൊ പിന്നെ ഇലക്ഷൻ സമയമായപ്പോൾ കേരള സ്റ്റേറ്റിന് വേണ്ടി വളരെ ID കാർഡ് പെൻഡിംഗ് ആയി കിടക്കുന്നു, മറ്റേ പെൻഡിംഗ് ഒരു 400 പേപ്പറെങ്കിലും അദ്ദേഹത്തിന്റെ ഫയലിനകത്ത് പെൻഡിംഗ് ആയിട്ട് കിടപ്പുണ്ട്. ഓഫീസിലെ പരാതി തന്നാൽ തിരിഞ്ഞു നോക്കാറില്ല. ഓഫീസിൽ ഒരാൾ ഒരു ലെറ്റർ അയച്ചാൽ അത് തിരിഞ്ഞു നോക്കാറില്ല. അവസാനം ലെറ്റർ അയച്ച് സെന്ററുകളുടെ ലെറ്റർ, ചർച്ചകളുടെ ലെറ്റർ, ഇത് അവിടെ കിടന്ന് ഈ പ്രശ്നം കുളമായി കഴിയുമ്പോൾ എന്ത് ചെയ്ത് കൗൺസിലിൽ കൊണ്ടുപോയിട്ട് അതിനൊരു പരിഹാരം മാർഗ്ഗം ഒരു സമിതി വെക്കും. ഈ സമിതി എവിടെ ഏതെങ്കിലും ഒരു പ്രശ്നം ഈ സമിതി തീരുമാനിച്ച സമിതി പരിഹരിച്ചിട്ടുണ്ട്? ഒരു പേപ്പറുകളും നോക്കാറില്ല. നോക്കി ഞങ്ങൾ കൊടുക്കുന്ന പേപ്പറിൽ അവസാനം കൗൺസിൽ കഴിയുമ്പോൾ ഒപ്പിട്ട് തരും. അപ്പോൾ ഞങ്ങൾ ചോദിക്കാറുണ്ട്, ഓഫീസിലെ സ്റ്റാഫ് തന്നെ ചോദിക്കുന്നത് ഈ ഒപ്പിട്ടിരിക്കുന്നത് ഇദ്ദേഹം പറഞ്ഞ് അംഗീകരിച്ചെന്നാണോ അദ്ദേഹം പറഞ്ഞ് റിജക്ട് ചെയ്യുന്നതാണോ? എന്തെങ്കിലും ഒരു കമന്റ് എഴുതുക, എന്തെങ്കിലും ഞങ്ങൾക്ക് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നിങ്ങൾ അവിടെ ഡോക്യുമെന്റുകളുണ്ട്, എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അറിയാൻ പറ്റും. അങ്ങനെ ഈ സമിതികൾ ഒന്നും ഒരു പ്രശ്നങ്ങളും പരിഹരിക്കാറില്ല. എന്താണെങ്കിലും ഈ വിഷയങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് എനിക്ക് മുകളിൽ ഉള്ള സമിതിയാണല്ലോ എന്നെ ഇത് ചെയ്തത്. അപ്പോൾ അതിൻ്റെ മുകളിൽ IPC ജനറൽ പ്രസിഡന്റിന് ഞാൻ പരാതി കൊടുക്കുകയും ജനറൽ കൗൺസിലിന് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം 2 ലെറ്ററുകൾ ഇറക്കിയിട്ടുണ്ട്. ഒന്ന്, ഇവരുടെ തീരുമാനത്തെ ഫ്രീസ് ചെയ്തുള്ള കാര്യങ്ങളും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിനൊരു എൻക്വയറി കമ്മീഷനെ വെച്ചിട്ടുണ്ട്. ആ എൻക്വയറി കമ്മീഷന്റെ പരിധിയിൽ ഇരിക്കുന്നത് കൊണ്ട് ഇപ്പം കൂടുതൽ തെളിവുകളും കാര്യങ്ങളും ഒന്നും ഞാനിവിടെ പറയുന്നില്ല. അവരുടെ അന്വേഷണ പരിധിയിലായതുകൊണ്ട് അവരുടെ തീരുമാനത്തിന് വേണ്ടി വിട്ടിരിക്കുന്നു. എനിക്ക് എത്രത്തോളം സമയം നിങ്ങളുടെ അടുത്ത് വിശദീകരിച്ചത് കൊണ്ട് നിങ്ങൾക്ക് കാര്യത്തിന്റെ ഒരു ഏകദേശ രൂപം കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും ദിവസങ്ങളിൽ ഒരു വൺ സൈഡ് മാത്രമേ കേട്ടുള്ളൂ. ഏത് കാര്യത്തിനും ഒരു മറുഭാഗങ്ങളുണ്ടെന്നുള്ള ഒരു ചിന്താഗതി നമുക്കുണ്ടായിരിക്കണം. അതിന്റെ അനുസരിച്ച് മാത്രമേ ആൾക്കാരെ വിലയിരുത്താവും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ വളരെ മാനസിക വിഷമത്തിലും പ്രയാസത്തിലുമായിരുന്നു. ഇത്ര വളരെ മോശമായി ഈ എക്സിക്യൂട്ടീവ്സ് ഇതെന്തിനാ ഒരു പത്രസമ്മേളനത്തിൽ പോയി ഞങ്ങൾക്ക് പാസ്വേഡ് വന്നില്ല ആരോടെ പറയുന്നത്? അവരാണോ തരേണ്ടത്? പാസ്വേഡ് വന്നില്ല അല്ലെ അങ്ങനെ ഇവരുടെ വ്യാജമായ കാര്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തുമെന്ന് മനസ്സിലായപ്പോഴാണ് അവരെന്നെ പുറത്താക്കിയിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഫ്ലാറ്റ് പ്രൊജക്റ്റിലുള്ള വളരെ മോശമായ രീതിയിലുള്ള കാര്യങ്ങൾ ഫ്ലാറ്റ് പ്രൊജക്റ്റിൽ അവർ കാണിച്ചിട്ട് അനധികൃതമായ കാര്യങ്ങൾ വെളിപ്പെടുമെന്നുള്ള മനസ്സിലായതുകൊണ്ടാണ് അവരെ വെബ് പോർട്ടൽ എന്ന് പറയുന്നത് വെറുതെ പറയുന്നതേ ഉള്ളൂ. ഈ വെബ് പോർട്ടൽ ഇനി 19 പേരുടെ ID കാർഡ് പെൻഡിംഗ് ആയി കിടക്കുന്നു, ഓർഡിനേഷൻ പെൻഡിംഗ് ആയി കിടക്കുന്നു, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. ഇദ്ദേഹത്തിന്റെ കയ്യിൽ എത്രയോ പേപ്പറുകളാണ് പെൻഡിംഗ് ആയിട്ടിരിക്കുന്നത്. ഇദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ ജോലി ചെയ്യുന്ന കാര്യങ്ങൾ. ഇനി എനിക്ക് പറയാനുള്ള കാര്യം, ഈ പത്രസമ്മേളനം നടത്തിയ കാര്യങ്ങൾ. പത്രസമ്മേളനത്തിൽ ഈ പാസ്റ്റർ KC തോമസും പാസ്റ്റർ എബ്രഹാം ജോർജും ദാനിയേൽ ആനിക്കാടും ഒക്കെ ഒരു പത്രസമ്മേളനത്തിൽ പോയിരുന്ന IPCയുടെ കാര്യങ്ങൾ ഇത്ര പബ്ലിക്കായിട്ട് പറയാൻ നിങ്ങൾക്ക് ലജ്ജ തോന്നിയില്ലേ?
ഞാൻ ഇത് നിങ്ങൾ ഇത്രയും പറഞ്ഞ് ഇത്രയും എന്നെ അപമാനിച്ചതിന് ശേഷം മാത്രമാണ് ഇത് ന്യായീകരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വന്നത്. എനിക്കൊരു നിർവാഹമില്ല. അല്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും സഭയുടെ ഉപരിതലത്തിലുള്ള സമിതിയിൽ മാത്രമേ എന്റെ പരാതി കൊടുത്തുള്ളൂ. ഇന്ന് വരെ സോഷ്യൽ മീഡിയയിൽ സംസാരിച്ചിട്ടില്ല, സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം എഴുതിയിട്ടില്ല, സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിട്ടില്ല, ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടില്ല. ഇതിനൊക്കെ ഈ പാസ്റ്റർ ദാനിയേൽ കൊന്നു നിൽക്കുന്നതിന് ഈ പറഞ്ഞിരിക്കുന്ന എക്സിക്യൂട്ടീവ്സിന് മേളിലൊരു സമിതിയില്ല. അവർക്ക് അവിടെ പരാതി കൊടുക്കാൻ പറ്റില്ല. ഈ സോഷ്യൽ മീഡിയയിൽ പോയിട്ടിരുന്ന് അല്ലെങ്കിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയിരുന്ന ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നതിന് മുമ്പേ അവരെ സമീപിക്കാൻ പറ്റില്ല. അത് ന്യായമാണോ ഇവർ ചെയ്തത്? ഇവരെന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്? അത് അവരുടെ ഇഷ്ടം, എന്തെങ്കിലും ആട്ടെ. ഏതായാലും പത്രസമ്മേളനം നടത്തിയപ്പം ഇത് കണ്ടക്ട് ചെയ്ത വ്യക്തിയോട് എനിക്ക് പറയാനുണ്ട്, ഞാനൊരു 20 കൊല്ലം മുമ്പേ ഞാൻ IPCയിൽ ജനിച്ച് വളർന്ന ഒരു 3ാം തലമുറക്കാരനാണ്. എൻ്റെ ഫാദറിന്റെ വീട്ടുകാരും എൻ്റെ മദറിന്റെ വീട്ടുകാരും IPCയിലെ പ്രാരംഭകാലത്തെ പ്രവർത്തകരാണ്. ഞാൻ IPCയിൽ തന്നെയാണ് ജനിച്ച് വളർന്നത്. അന്നേരം ഈ ഒരു 20 കൊല്ലം മുമ്പേ ഈ പത്രപ്രവർത്തകൻ ഒരു വാർത്ത എഴുതി, IPC പിളർപ്പിലേക്ക്. ഇതുവരെ IPC പിളർന്നു? ദയവേത് എൻ്റെ സഹോദര, ഇതുകൊണ്ടല്ല, ഇങ്ങനെയല്ല ഉപജീവിക്കേണ്ടത്. ദയവേത് നന്നായിട്ട് ജോലി ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ വെറുതെ വ്യാജ കഥകൾ, IPC അനിശ്ചിതത്വത്തിൽ, IPC പ്രതിസന്ധിയിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാണോ ഇതിനു വേണ്ടി നിങ്ങൾക്ക് കുറെ റീച്ച് കിട്ടാൻ വേണ്ടി നിങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ കാണിച്ചു? ഇതിലൊക്കെ വളരെ എനിക്ക് പ്രയാസം തോന്നിയത് സതുദ്ദേശം മാത്രം എഴുതുന്ന മറ്റൊരു പത്രക്കാരൻ, അദ്ദേഹം വെബ് പോർട്ടൽ പാര, ഫ്ലാറ്റ് പ്രൊജക്ട്, ഏതാണ്ടൊക്കെ കുറെ സാധാരണ ആൾക്കാർ ഉപയോഗിക്കാത്ത തലക്കെട്ടിൽ എഴുതിയിരിക്കുന്നു. ഇദ്ദേഹം സോഷ്യൽ വെൽഫെയർ ബോർഡിലെ ചെയർമാനാണ്. ഞാൻ താങ്കളോട് ചോദിക്കട്ടെ, ഈ സോഷ്യൽ വെൽഫെയർ ബോർഡിന് വന്നിരിക്കുന്ന മൊത്തം പണവും IPC കേരള സ്റ്റേറ്റിന്റെ കീഴിലുള്ള ഒരു ബോർഡാണല്ലോ. IPC കേരള സ്റ്റേറ്റ് വഴിയാണോ അക്കൗണ്ട് ചെയ്തിരിക്കുന്നത്? അതോ താങ്കളുടെ പേഴ്സണൽ അക്കൗണ്ടിൽ കൂടെ പലതും പോയിട്ടുണ്ട്? ഇതൊക്കെ ചോദിക്കാൻ അറിയാൻ വേണ്ടൊന്നുമല്ല. ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടോ ഇല്ല നിങ്ങൾ പറഞ്ഞേ. സോഷ്യൽ വെൽഫെയർ ബോർഡിന്റെ പേരിൽ വരുത്തിയിരിക്കുന്ന പണങ്ങൾ മുഴുവൻ IPC കേരള സ്റ്റേറ്റിന്റെ അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് വന്നതും പോയതും താങ്കൾ ഉറപ്പായിട്ട് പറയാൻ പറ്റും. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ കാണുമ്പോൾ എന്തെങ്കിലും എഴുതിയിട്ട് കാര്യം. വിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ എക്സിക്യൂട്ടീവ്സിനെയും കൗൺസിൽ മെമ്പർ ഒറ്റ ഒരുത്തരെയും ഇനി ഒരു ഇലക്ഷൻ നടത്താൻ ജയിപ്പിക്കരുത്. ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തവരാണ് ഇവർക്ക്, യാതൊരു ഉത്തരവാദിത്വം ഇല്ല. വെറുതെ വന്നതെന്ന് ഞാൻ നിങ്ങളോടും ചോദിക്കട്ടെ, നിങ്ങൾ എന്ത് സംഭാവനയാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ IPCക്ക് കൊടുത്തിരിക്കുന്നത് പറയാൻ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ? ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാട്ട്, IPC സമൂഹത്തോടൊന്ന് പറഞ്ഞാട്ട്. അതുകൊണ്ട് ഈ സ്ഥാനമോഹികളാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഈ പാസ്റ്റർ ദാനിയേൽ കൊന്നു നിൽക്കുന്നതിനും പാസ്റ്റർ KC തോമസിനും ഒന്നും കേരള സ്റ്റേറ്റിലെ പാസ്റ്റർമാരുടെയും വിശ്വാസികളുടെയും കാര്യങ്ങൾ പരിഹരിക്കാൻ സമയമില്ല. രാവിലെ മുതൽ വൈകിട്ട് വരെ പ്രോഗ്രാമാണ്. രാവിലെ കല്ലുടിയിൽ, പിന്നെ കല്യാണം, പിന്നെ ശവടക്ക്, വൈകിട്ട് കൺവെൻഷൻ. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഓടുമല്ലേ, എവിടെ ഓഫീസിൽ വരാൻ സമയമില്ല. ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല ഇതിന് മുമ്പേ ഉള്ള ഭരണസമിതിയിലുള്ളവരെ ചൊവ്വാഴ്ച ദിവസം ഒരു പ്രോഗ്രാം പോലും എടുക്കാറില്ല. എന്നാൽ ഇപ്പോഴത്തെ സമിതിയിൽ ഉള്ള ചൊവ്വാഴ്ച ദിവസം പ്രോഗ്രാം എടുക്കുകയും അന്നത്തെ ദിവസം ഓഫീസിൽ വരാതിരിക്കുകയും ഇത്ര നിരുത്തരവാദമായിട്ട് പ്രവർത്തിക്കുന്ന ഇതുപോലുള്ള ആൾക്കാരെ ഇനിയും ഒരു കാരണവശാലും വിശ്വാസ സമൂഹം ഇലക്ഷനിൽ ജയിപ്പിക്കരുത്. ഏതായാലും ഞാൻ ഇലക്ഷനിൽ നിൽക്കാനില്ല, എനിക്ക് പാനലും ഇല്ല. ഞാൻ ഒറ്റ കൗൺസിൽ മെമ്പറോടും എന്റെ കാര്യം അവിടെ പറയണമെന്ന് പറഞ്ഞ് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഇനിയും അങ്ങോട്ട് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ബിസിനസ്സാണ് നടക്കുന്നത്. ഇതിനകത്ത് ബിസിനസ്, അതിന് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഇനിയും ദൈവം വെച്ചാൽ ഈ അടുത്തൊരു വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ അന്നേരം ഞാൻ അതൊക്കെ പറയാം. ഞാൻ ഇതൊക്കെ കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇതെല്ലാം ദൈവത്തിൽ സമർപ്പിക്കുന്നു. എനിക്ക് ദൈവത്തിന്റെ സൈഡിൽ നിന്ന് എനിക്ക് നീതി ലഭിക്കും. പ്രത്യേകിച്ച് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എന്നെ അനേകർ വിളിച്ചു. അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നും എന്നോട് അവരുടെ ഹെൽപ്പും കാര്യങ്ങളൊക്കെ അവരുടെ സപ്പോർട്ടും എന്നെ അറിയിച്ചതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ വിഷയങ്ങളിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാകാൻ വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.